ഒരു 5 വർഷത്തിനുള്ളിൽ കേൾക്കേണ്ടി വരുന്ന രൂപത്തിലുള്ള വിമർശനം ഏൽക്കാവുന്ന പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞു. കേരളത്തിൽ ഇപ്പോൾ പിണറായി വിജയൻ ആർഭാടത്തിന് വേണ്ടി ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നു. ഇപ്പോൾ നോക്കൂ, അത് പോലീസിന് വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററാണ്. ഇന്നിപ്പോൾ മന്ത്രിമാരും പോകുന്നു, മുഖ്യമന്ത്രിയും പോകുന്നു. അതിൻ്റെ പടം അവരിടുമ്പോൾ ആഘോഷിക്കുകയും ചെയ്യും. നിങ്ങൾ ഒപ്പിട്ടുകൊണ്ടാണ്. നിങ്ങൾ ഒപ്പിട്ടെങ്കിൽ എവിടെ നിൽക്കുന്നു അതിൽ നിന്നൊരു ഇഞ്ച് ഞങ്ങൾ പോകില്ല എന്നെങ്കിലും പറയാമല്ലോ. അത്ര സത്യസന്ധമല്ലാത്ത ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടില്ല. നേരത്തെ നരേറ്റീവ് എന്തായിരുന്നു? ഇവർ വിശ്വാസികളല്ല. ഈ വിശ്വാസികളല്ലാത്തവരുടെ ക്ഷേത്രം ഭരിക്കുന്നതുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്നത്. വിശ്വാസിയാണെങ്കിലോ ഒരു ഭയം ഉണ്ടാവുമല്ലോ. പറയുന്നതിൻ്റെ ആധികാരികത ഇത് എനിക്ക് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ് എന്ന മട്ടിൽ അവതരിപ്പിക്കുക. രാഷ്ട്രീയം എന്നുള്ളത് ഗൗരവമായ ആശയങ്ങളുടെ ഒരു പ്രകാശന വേദി എന്നതിനപ്പുറത്തേക്ക് അതൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് മാറുന്നു. വളരെ പെട്ടെന്ന് അംഗീകാരം കിട്ടുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം, രാഷ്ട്രീയ അന്തരീക്ഷം, ഇതാണ് നിങ്ങളിപ്പം നേരിടുന്ന മൂർത്ത യാഥാർത്ഥ്യം. എന്ത് സാഹചര്യത്തിൽ എന്ത് പറഞ്ഞു എന്നുള്ളതല്ല. അപ്പോൾ ആരോട് അഭിസംബോധന ചെയ്യുന്നു, എന്തിനഭിസംബോധന ചെയ്യുന്നു, എവിടെ അഭിസംബോധന ചെയ്യുന്നു എന്നുള്ളത് ഇപ്പോൾ പ്രസക്തമല്ലാതെ. PMC എന്തുകൊണ്ട് സൈൻ ചെയ്യേണ്ടി വന്നു? എന്തുകൊണ്ട് സാധാരണഗതിയിൽ മുന്നണിയും മന്ത്രിസഭയും ചർച്ച ചെയ്ത് മാറ്റിവെച്ച ഒരു കാര്യം സൈൻ ചെയ്തു എന്നുള്ള ഒറിജിനൽ സിൻ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സാധനം അവിടെ കിടക്കുന്നുണ്ട്. ഈ തുടർച്ച എന്തുകൊണ്ട് അനിവാര്യമാകുന്നു എന്നത് ഞങ്ങൾക്ക് ജനങ്ങളിലേക്ക് വേണ്ടത്ര എത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പം നിങ്ങളൊരു അക്കാഡമിക്കായ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ വിളിച്ചാൽ അല്ലെങ്കിൽ പിന്നെ അതിനൊന്നും പോകണ്ട. നമ്മൾ കേവലം ഇത് മാത്രം ഈ റീലുകൾക്ക് വേണ്ടി മാത്രം പ്രസംഗിക്കുന്ന ഒരു ജീവിയായി മാറണം എന്നായിരിക്കും. ട്രംപ് കമ്മ്യൂണിസത്തിനെതിരെ പറയേണ്ടി വരുമെന്ന് അമേരിക്കയിൽ ആരും കരുതിയിരുന്നു. പിന്നെ അതാത് കാലത്ത് ഉരുണ്ടുകൂടുന്ന രാഷ്ട്രീയമാണ് ജനവിധിയെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകം. കേരളത്തിൽ CPM-ഉം BJP-യും തമ്മിൽ ഒരു ഡീലുണ്ടാക്കി പോകുന്നു എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ എളുപ്പത്തിൽ വേവുന്ന പരിപ്പല്ല. അത് പക്ഷെ അത് വേവിക്കാവുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയെന്നുള്ളത്. ഇനി എന്ത് എന്നുള്ളത് കേരളത്തിലെ ഓരോ CPM പ്രവർത്തകനും CPM അനുഭാവിയും സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് തോൽവിയല്ല ഉണ്ടായത് എന്നുള്ളതാണ് അതിൻ്റെ കാരണം. പല തലങ്ങളിലായി അംഗങ്ങളും അനുഭാവികളും തുടങ്ങി കേന്ദ്ര കമ്മിറ്റിയും CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോയും അടക്കം പല ഘട്ടങ്ങളിലായി പല തലത്തിലായി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്ത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ചില കോൺക്രീറ്റ് ആയിട്ടുള്ള ചില ധാരണകൾ ആ പാർട്ടിയിൽ ഉരുത്തിരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത് CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രിയായ ശ്രീ രാജീവാണ്. ശ്രീ രാജീവ്, തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം പാർട്ടി പ്രവർത്തകരുടെ അനുഭാവികളുടെയും ഒക്കെ മീറ്റിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. CPM ഇനി എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് അവരുടെയൊക്കെ ഉള്ളിലുള്ള ചോദ്യം. അവരുടേതായ ഫോറങ്ങളിൽ അത് വളരെ സീരിയസ് ആയിട്ട് ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ ആളുകളിൽ നേരത്തെ ഇല്ലാതിരുന്നത് പോലത്തെ ഒരു ആകാംക്ഷ, ഒരു അസ്വസ്ഥതയുണ്ട്. നേരത്തെ ഉള്ള തെരഞ്ഞെടുപ്പ് തോൽവികൾ ഇനി CPM അതൊരു ജയിക്കുന്നു തോൽക്കുന്നു എന്നുള്ളത് മട്ടിലാണ് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ 2 ജയത്തിന് ശേഷം ഉണ്ടായ ഒരു തോൽവി എന്നുള്ളത് അസ്വസ്ഥപ്പെടുന്നുണ്ട് മനുഷ്യരെ. CPM നേതൃത്വം അവരോട് എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ നിങ്ങളുടെ തന്നെ കമ്മ്യൂണിക്കേഷനുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്താണ് അവരോട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ അവസാനം പറഞ്ഞതാണ് ഒരു ഭാഗം. 2 തവണ തുടർച്ചയായി ഭരിച്ചത് കൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. അല്ലെങ്കിൽ ഒരു തവണ കഴിഞ്ഞിട്ടാണ് വീണ്ടും വരുമല്ലോ എന്ന് സ്വാഭാവികമായ പ്രക്രിയയാണ്. അപ്പോൾ അതിൽ ഒരു കാര്യമുള്ളത്, വീണ്ടും വരണം, അതൊരു പൊതുധാരണയാണ്. പക്ഷെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വിധിയെ നിർണ്ണയിച്ചൊരു പ്രധാന ഘടകങ്ങളിലൊന്ന് 10 വർഷമായില്ലേ, ഒരു മാറ്റമാകാം, ഒരു മാറ്റം വരട്ടെ. എന്തായാലും ഇത്ര വന്നു. ഗവൺമെൻറ് ഇപ്പോൾ ആ സന്ദർഭത്തിൽ തന്നെ ചില ഏജൻസികൾ നമ്മളോട് പറയേണ്ടേ, ഇവിടേക്ക് സർവേ നടത്താൻ വന്നു. അവർ കാണുമ്പോൾ ആൾ പറയേണ്ടത് ഗവൺമെൻറ് കുഴപ്പമൊന്നുമില്ല, എന്നാലൊന്ന് മാറി നോക്കാം. ഇങ്ങനൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പിന്നെ പല നരേറ്റീവുകൾ വർക്ക് ചെയ്തു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരു റിസൾട്ടിലേക്ക് എത്തിയില്ല. ഈ തുടർച്ച എന്തുകൊണ്ട് അനിവാര്യമാകുന്നു എന്നത് ഞങ്ങൾക്ക് ജനങ്ങളിലേക്ക് വേണ്ടത്ര എത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇതെല്ലാം പറയാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ പോലും മറ്റ് നരേറ്റീവുകളാണല്ലോ കുറേ കൂടി. ഇപ്പം നരേറ്റീവ് എന്നാണ് പ്രതിപക്ഷ നേതാവ് ഒരിക്കൽ പറഞ്ഞു. ഞങ്ങളുടെ നരേറ്റീവ് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അന്നത്തെ പ്രതിപക്ഷ നേതാവ് പറയണ്ടേ, ഞങ്ങളുടെ നരേറ്റീവ് വിജയിച്ചു. അപ്പോൾ നരേറ്റീവ് നിർമ്മിക്കുന്നുണ്ട്. അതിനെ മറികടക്കാൻ നമുക്കന്ന് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ പല ഘടകങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടൊരു തിരിച്ചടി ഉണ്ടായി. തിരിച്ചടിയിൽ നിന്ന് കരകയറാൻ കഴിയും. എനിക്കൊന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഉള്ളൊരവസ്ഥയല്ല ഇപ്പോൾ. ഒരു 50 ദിവസം ഗവൺമെൻറ് കഴിഞ്ഞപ്പോഴേക്കും ഒരു 5 വർഷത്തിനുള്ളിൽ കേൾക്കേണ്ടി വരുന്ന രൂപത്തിലുള്ള വിമർശനം ഏൽക്കാവുന്ന പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞു. ഇത്രമാത്രം നിലപാട് മാറ്റിയ ഒരു ഒട്ടും സത്യസന്ധത രാഷ്ട്രീയത്തിൽ ആവശ്യമില്ല. കാരണം ഇത് പുതിയ കാലത്തെ രാഷ്ട്രീയമാണ്. ഈ നരേറ്റീവുകളാണ്.
ഇന്നലത്തെ നരേറ്റീവ് ഇന്നലത്തേക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഇന്ന് അതിനെ തള്ളിക്കളയാൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. അത് പരസ്യമായി പറയാണ്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഞങ്ങൾ പറയുമല്ലോ, അത് ഞങ്ങൾ പറയും. പക്ഷെ ഇവിടെ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഒട്ടും സത്യസന്ധമല്ല ഞങ്ങൾ എന്ന് പറയുന്നത് പോലും ഒരു അംഗീകാരമായി മാറ്റിയെടുക്കുന്ന രീതിയുണ്ട്. ഈ സമയം കൂടി വരുമ്പോൾ എനിക്ക് തോന്നുന്നു ആളുകൾക്കിടയിൽ നേരത്തെ ഉള്ളതല്ല, ഇപ്പം പലരും പറഞ്ഞല്ലോ പഴയത് മതിയായിരുന്നു, തുടർച്ച മതിയായിരുന്നു എന്ന ചിന്തയിലേക്ക് വരാൻ തുടങ്ങുന്നുണ്ട്. അപ്പം അതിന് പറ്റുന്ന പ്രചാരവേലകൾ, പ്രവർത്തനങ്ങൾ, ജനങ്ങളുടെ വിശ്വാസം കുറേ കൂടി വീണ്ടെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ അത് ആവിഷ്കരിക്കുക. അത് ഏത് രൂപം വേണം, അതാണ് നമ്മുടെ എക്സ്റ്റൻഡഡ് കമ്മിറ്റി ചർച്ച ചെയ്യാൻ പോകുന്നൊരു ഭാഗം. കാരണം തോൽവിയെ സംബന്ധിച്ചുള്ള ഞങ്ങൾ അസാധാരണ തോൽവിയായി തന്നെ കണ്ട് അസാധാരണമായൊരു പരിശോധന നടത്തി അത് സമ്മപ്പ് ചെയ്തു. ആ ഭാഗം അവിടെ ഏകദേശം പൂർത്തീകരിച്ചു. ഇനി കേന്ദ്ര കമ്മിറ്റിയുടെ ഇതിനെ തുടർന്നുണ്ടാകുന്ന അവരുടെ ഒരു വിലയിരുത്തൽ കൂടി കഴിയുമ്പോൾ അത് പാർട്ടിയുടെ പൊതുവായിട്ടുള്ള ഒരു ധാരണയായിട്ട് മാറും. ജനങ്ങളോട് പറയേണ്ട കാര്യങ്ങളെല്ലാം ജനങ്ങളോട് ഞങ്ങൾ തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ സാഹചര്യത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണം, പുതിയ രൂപങ്ങൾ, പുതിയ പ്രചരണ രീതികൾ, പുതിയ തലമുറയിലേക്ക് എത്തേണ്ടത്, അപ്പം അതെല്ലാം ഞങ്ങളുടെ ഈ എക്സ്റ്റൻഡഡ് കമ്മിറ്റി ചർച്ച ചെയ്ത് രൂപം നൽകുമെന്നാണ്. ഈ നരേറ്റീവ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ശരിയായിട്ട് എനിക്കും തോന്നിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യം, ഇന്നലെ അവർക്കൊരു നരേറ്റീവ് ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ ഇന്നും UDF ഒരു നരേറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും, നാളെ അവർ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ സൊസൈറ്റി അത് വാങ്ങാൻ തയ്യാറായിട്ടിരിക്കുന്ന ഒരു സൊസൈറ്റിയാണ്. ഇപ്പം നമ്മൾ തൊഴിലാളികളുടെ തൊഴിലാളികളുടെ മനുഷ്യരുടെ സാധാരണ അവകാശങ്ങളെക്കുറിച്ച് പറയുമ്പം അതിനൊന്നും ആവശ്യമില്ല. അപ്പോൾ തൊഴിലാളികളെ പിരിച്ചുവിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തൊഴിലാളികളുടെ ഒരു പ്രശ്നമാണ്. അവർ അപ്സ്കിൽ ചെയ്യുക, അടുത്ത ജോലിയിലേക്ക് പോവുക എന്നുള്ളതാണ്. ജീവിതത്തിൽ വലിയ സെർട്ടൻറ്റിയുടെ ഒന്നും ആ കാലമൊക്കെ കഴിഞ്ഞു. നിങ്ങൾ പറയുന്ന രാഷ്ട്രീയമൊക്കെ കാലഹരണപ്പെട്ടു എന്ന് പറയുന്ന ആളുകളുണ്ട്. ആ പറച്ചിലിന് സ്വീകാര്യതയുണ്ട്. അത് നിങ്ങളുടെ രാഷ്ട്രീയമായിട്ട് ചേർന്ന് പോകുന്നതുമല്ല. ഈ ഒരു വ്യത്യാസം നിങ്ങളുടെ മുമ്പിൽ കാണുന്നില്ലേ? അതിനെ നിങ്ങളെങ്ങനെ അതായത് നിങ്ങളുടെ രാഷ്ട്രീയത്തിന് യോജിച്ചു പോകാൻ പറ്റാത്ത നരേറ്റീവ് വിജയിക്കുന്ന വളക്കൂറുള്ള മണ്ണായിട്ട് കേരളം മാറിയിട്ടില്ല. കേരളത്തിൽ മാറ്റമുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് എപ്പോഴും പറയുമ്പോൾ എന്താ, നിങ്ങളല്ല ലെഫ്റ്റ്, ഞങ്ങളാണ്. നിങ്ങൾ എക്സ്ട്രീം റൈറ്റ് ആണ്, റൈറ്റും അല്ല എക്സ്ട്രീം റൈറ്റ് ആണ്. ഒന്ന്, ഞങ്ങളാണ് ശരിയായ ലെഫ്റ്റ്, ഞങ്ങളാണ് സെക്കുലർ പൊളിറ്റിക്സിൻ്റെ ആളുകൾ, ഞങ്ങളാണ് യഥാർത്ഥ മതനിരപേക്ഷതയിൽ കോംപ്രമൈസ് ഞങ്ങൾ ചെയ്യില്ല. നിങ്ങളെ ടാർഗറ്റ് ചെയ്താണ് പറയുന്നത്. അതായത് CPM ലെഫ്റ്റ് അല്ല, CPM സെക്കുലർ അല്ല. ഞാൻ പറഞ്ഞ ആ ഭാഗം ഇപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൽ ഈ ലെഫ്റ്റിൻ്റെ ആണല്ലോ. പക്ഷേ ഭരണം കിട്ടിയ ശേഷം ലെഫ്റ്റ് ജാർഗണുകൾ, ഈ ലെഫ്റ്റ് ജാർഗണുകളാണ് കേരളത്തെ ആകെ തകർത്തത്. 25 വർഷം പുറകോട്ടുണ്ട്, 25 വർഷങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഇന്നലെ പറഞ്ഞ ആ അതേ ആൾ തന്നെ ഇന്ന് അതിന് നേരെ എക്സ്ട്രീമായിട്ടുള്ള മറ്റൊരു പൊസിഷൻ എടുത്തുകൊണ്ട് പറയുക ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ആദ്യം പറയുന്നത് എന്തുകൊണ്ടാണ്, ആ നരേറ്റീവ് കേരളത്തിൽ ഇടമുണ്ടെന്നുള്ളതാണ്. കേരളത്തിന് ഈ ഇപ്പോഴത്തെ കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ഒപ്പം നിൽക്കുന്ന, എന്നാൽ പാർട്ടി ബന്ധങ്ങളൊന്നും ഇല്ലാതിരുന്ന വലിയൊരു വിഭാഗമുണ്ട്. അപ്പോൾ അവരിലെ വോട്ട് കൂടി വേണം. ഇടതുപക്ഷത്തും ദുർബലപ്പെടുത്തേണ്ടതുണ്ട്. ആ കാഴ്ചപ്പാട് BJPക്കുണ്ട്. കോൺഗ്രസ് അതിന് പറ്റുന്ന രൂപത്തിൽ പ്രചാരവേല നടത്തി. ഭരണം കിട്ടിയപ്പോൾ നേരെ ഘടകവിരുദ്ധമായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ നരേറ്റീവുകളുടെ ഒരു പ്രശ്നം എന്നുള്ളത്, ഈ എല്ലാ നരേറ്റീവുകളും ഈ വളരെ ഒബ്ജക്റ്റീവായിട്ടാണ് വരാം. നമ്മളിതിങ്ങനെയല്ല എന്ന് സ്ഥാപിച്ചെടുക്കാനായിട്ട് ഒരു ഡിസ്ക്രിപ്റ്റീവായിട്ടുള്ള വിവരണം വേണ്ടി വരും. ഇതിങ്ങനെയല്ല, ഇപ്പോൾ തൊഴിലാളികൾ പിരിച്ചുവിടുന്നു, അപ്പോൾ നേരത്തെ പറഞ്ഞ തൊഴിലാളികൾക്കൊപ്പമാണ് ഞങ്ങളെന്ന് അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മളത് വിശദീകരിക്കേണ്ടി വരും. നിങ്ങൾ നേരത്തെ ഇങ്ങനെയാണല്ലോ പറഞ്ഞത്, ഇപ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്. പിന്നെ ലോകത്ത് വരുന്ന മാറ്റം എന്താണ്? ഇപ്പോൾ ഹോളിവുഡിൽ സമരം നടക്കുന്നുണ്ട്, വിദേശ രാജ്യങ്ങൾക്ക് സമരം നടക്കുന്നുണ്ട്, പിരിച്ചുവിടലുകൾക്കെതിരെ വലിയ സമരങ്ങൾ വരുന്നുണ്ട്. ആ സമരങ്ങൾ വേണം. ആ സമരം വേണം എന്നുള്ളത് വ്യവസായത്തിനെതിരല്ല. വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സൗഹൃദമായ അന്തരീക്ഷം വേണം. എന്നാൽ തൊഴിലാളികൾക്കുള്ള തൊഴിൽ സുരക്ഷിതത്വം വേണം. അതുകൊണ്ടാണ് ഞങ്ങൾ RI റെസ്പോൺസിബിൾ ഇൻവെസ്റ്റ്മെൻറ്റ്, റെസ്പോൺസിബിൾ ഇൻഡസ്ട്രി എന്ന മുദ്രാവാക്യം വച്ചത്. ഇവരങ്ങനെ ഇത് നമ്മൾ വിശദീകരിക്കണം. മറ്റൊറ്റടിയാണ്. അതാണ് ഇതിന്റെ ഒരു ഇപ്പൊ നമ്മൾ നേരിടുന്ന വെല്ലുവിളി ചോദ്യങ്ങളാണ് അപ്പുറത്ത് വരിക. ഇവിടെ നിങ്ങൾക്ക് ഈ വിശദീകരണം കേൾക്കാൻ ആൾക്കാർ തയ്യാറാകുമോ, അല്ലെങ്കിൽ തയ്യാറാകേണ്ടത്? ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകളെ കുറിച്ച് പണ്ട് പറയുന്ന ഒരു തമാശ എന്ന് വെച്ചാൽ, നിങ്ങളൊരു രാഷ്ട്രീയ പ്രചരണം ഇപ്പം ഇവിടുത്തെ ഈ കളമശ്ശേരിയിൽ മുക്കിൽ രാഷ്ട്രീയം ചെന്നാലും നിങ്ങൾ സൗത്ത് അമേരിക്കയും തുടങ്ങി, പിന്നെ ഛത്തീസ്ഗഡും പഞ്ചാബും കഴിഞ്ഞ്, പിന്നെ തിരുവനന്തപുരം കഴിഞ്ഞ്, എറണാകുളം കഴിഞ്ഞാണ് നിങ്ങൾ കളമശ്ശേരിയിലെത്തുക എന്ന് ഇങ്ങനെ പറയും. അപ്പോൾ അതിനിടയ്ക്ക് ഒരു വലിയ വിദ്യാഭ്യാസ പ്രവർത്തനം നടക്കുന്നുണ്ട്, ആളുകളത് കേട്ടിരിക്കുന്നുണ്ട്.
ഇപ്പോൾ ആളുകൾ അങ്ങനെ കേട്ടിരിക്കുമോ? നിങ്ങൾ ഈ ഇത്രയും കഥകൾ പറഞ്ഞത് ഇപ്പോൾ അല്ല, ഇത് അതാണ് വെല്ലുവിളി എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഡീകൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ അപ്പോൾ ഇത് നുണയാണ്, ഇതല്ല, ഇവർ തന്നെ എങ്ങനെ മാറുന്നു, ഇത് സ്ഥാപിക്കൽ കുറച്ച് സമയം എടുക്കുന്നതാണ്. അപ്പോൾ അതിൽ ഈ ഇപ്പോഴത്തെ പ്രചരണ രീതിയിൽ ഒരു പ്രശ്നം വരുന്നുണ്ട്. അതെങ്ങനെ മറികടക്കാം? ഇപ്പോൾ ദീർഘമായി നമ്മൾ പ്രസംഗിക്കുമ്പോൾ, ഇപ്പോൾ ജേക്കബ് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, ഈ ഇലക്ഷൻ കഴിഞ്ഞ് തോൽവി വന്നപ്പോൾ ഞാൻ എന്തെങ്കിലും പറയുന്ന അപ്പോൾ എല്ലാവരും പറയും, ഒരു ചാനലിൽ ഒരാളെന്ന് പറയുന്നത് വസ്തുനിഷ്ഠ ഘടകവും ആത്മനിഷ്ഠ ഘടകവും എന്ന് എവിടെ പറഞ്ഞെന്ന് എനിക്കറിയില്ല, പക്ഷെ അങ്ങനെയൊക്കെ വിലയിരുത്താമോ എന്നൊക്കെ വളരെ ആധികാരികമായ ഒരു അവതാരം. ഇത് എപ്പോൾ പറഞ്ഞതാണ്, എന്താണ് പറഞ്ഞത്, എന്താ വിഷയം? അതൊരു ദർശന ക്ലാസ്സാണ്. നിങ്ങൾക്ക് നോം ചോംസ്കിയുടെ ഭാഷയെക്കുറിച്ച് ക്ലാസ് എടുക്കണമെങ്കിൽ അത് എത്രമാത്രം നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഓരോന്നിനും ഇതാണല്ലോ, തെരുവിൽ പ്രസംഗിക്കുന്നത്, അക്കാഡമിക് ഇതിൽ പ്രസംഗിക്കുന്നത്, സഭയിൽ പ്രസംഗിക്കുന്നത്, ഇതെല്ലാം വ്യത്യസ്തമായിരിക്കും. പക്ഷേ നിങ്ങൾ എവിടെ എന്ത് പറഞ്ഞു എന്നിപ്പോൾ പ്രസക്തമല്ല. ഏത് സാഹചര്യത്തിൽ ഇതെടുത്ത് ഉപയോഗിക്കും. അപ്പോൾ ആളുകളും കരുതും, ഓ ഇയാൾ ഇങ്ങനെയാണല്ലോ പറഞ്ഞതെന്ന് കരുതും. ഇത് എന്തിനു വേണ്ടി പറഞ്ഞിരിക്കുന്നത്, എന്താണ് എൻ്റെ പശ്ചാത്തലം? അപ്പം അങ്ങനെ ഒരു പുതിയ പ്രശ്നം ഇപ്പോഴത്തെ കമ്മ്യൂണിക്കേഷനിൽ വരുന്നുണ്ട്. അതിലിപ്പോൾ എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയം എന്നുള്ളത് ഗൗരവമായ ആശയങ്ങളുടെ ഒരു പ്രകാശന വേദി എന്നതിനപ്പുറത്തേക്ക് അതൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് മാറുന്നു. അതിൻ്റെ പ്രചരണ രൂപങ്ങൾ റീലുകളിൽ വരുന്നത് അതെല്ലാം ഒരു ഗൗരവമായിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇത് പറഞ്ഞതിനെ വേറെ ആൾ വീഡിയോ ഇട്ട്, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നേരെ ക്ലാസിക്കൽ ഫാസിസത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എന്നെ വിളിച്ചിരിക്കുന്നത് നവഫാസിസത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ, പ്രസംഗിക്കാനാണ്. അപ്പം ഞാൻ നവഫാസിസത്തെ കുറിച്ചും ക്ലാസിക്കൽ ഫാസിസത്തെ കുറിച്ചും പറയുമല്ലോ. ഈ ക്ലാസിക്കൽ ഫാസിസം അതെ ഇയാൾ അത് പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഇത് തന്നെയാണല്ലോ ഇയാൾ പറയുന്നതെന്ന് പറയും. ഇപ്പോൾ നിങ്ങളൊരു അക്കാഡമിക്കായ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ വിളിച്ചാൽ അല്ലെങ്കിൽ പിന്നെ അതിനൊന്നും പോകണ്ട, നമ്മൾ കേവലം ഈ ഇത് മാത്രം ഈ റീലുകൾക്ക് വേണ്ടി മാത്രം പ്രസംഗിക്കുന്ന ഒരു ജീവിയായി മാറണം എന്നായിരിക്കും. വേറൊരു ശ്രദ്ധിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഭൂപരിഷ്കരണം എന്നുള്ളത് പിന്നെ മുതലാളിത്തത്തിന് മുദ്രാവാക്യമാണ് എന്ന് പറഞ്ഞ് ഇത് ഏത് കോണ്ടക്സ്റ്റിൽ പറഞ്ഞു, എന്താണ് അത് ശരിക്കും ഉദ്ദേശിക്കുന്നത് എന്ന് താങ്കൾ പറഞ്ഞ ആ കോണ്ടക്സ്റ്റ് നിന്ന് മാറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു CPM-കാരൻ അവരെ തള്ളിപ്പറയുന്നു, ഭൂപരിഷ്കരണം തള്ളിപ്പറയുന്നു എന്നുള്ള മട്ടിൽ വ്യാഖ്യാനിക്കാൻ വളരെ എളുപ്പമുണ്ട്. അത് ശ്രദ്ധിച്ചിരുന്നോ? അതുണ്ടല്ലോ, ഞാൻ തന്നെ പറഞ്ഞപ്പോൾ മാനിഫെസ്റ്റോയിൽ മാർക്സ് പറയുന്നുണ്ട്, ഹിസ്റ്റോറിക്കലി ബൂർഷ്വാസി ഹാസ് പ്ലേഡ് ദ മോസ്റ്റ് റെവല്യൂഷണറി റോൾ. ചരിത്രപരമായി നോക്കിയാൽ ബൂർഷ്വാസിയാണ് ഏറ്റവും വിപ്ലവകരമായ ദൗത്യം നിർവഹിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇതെടുത്ത് മാത്രം ഇട്ടാൽ ഇയാൾ മുതലാളിത്തത്തെ വിപ്ലവകാരിയാക്കിയ മാർക്സാണ് എന്നല്ല വരാം. വേണമെങ്കിൽ ഹിസ്റ്റോറിക്കലി അവർ മാറ്റം ചെയ്യും. റിലവന്റ് വേർഡാണല്ലോ. ചരിത്രപരമായി നോക്കിയാൽ എന്നിട്ട് ഫ്യൂഡലിസം നോക്കും, ആ ചാപ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ മുതലാളിത്തം ലോകത്തിൽ ചെയ്തിട്ടുള്ള നേട്ടങ്ങളാണ് മാനിഫെസ്റ്റോയിൽ അവതരിപ്പിക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത് ഭൂപരിഷ്കരണം, അപ്പം ഞങ്ങളുടെ പാർട്ടി പരിപാടി തന്നെ എന്താ, ഭൂപരിഷ്കരണം നിർവഹിക്കേണ്ടതും കമ്പോളം ഇത് കമ്പോളത്തെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട്, എങ്ങനെ ഇത് ലളിതമായി പറയുന്നതാണ്. കമ്പോളം വിപുലപ്പെടുത്തേണ്ടതുമാണ് ലോകത്തെല്ലായിടത്തും മുതലാളിത്തം ചെയ്തിട്ടുള്ളത്. ഭൂമി പിടിച്ചെടുത്ത് വിതരണം ചെയ്ത് അവർക്ക് വരുമാനം വർദ്ധിപ്പിച്ച് ക്രയശേഷി വർദ്ധിപ്പിച്ചാണ്ട് ക്യാപിറ്റലിസത്തിന് വളർച്ച അങ്ങനെയാണ്. പക്ഷെ ഇന്ത്യയിലെ മുതലാളിത്തം ഭൂപ്രഭുത്വമായി സന്ധി ചെയ്തു. അതുകൊണ്ട് ഭൂപരിഷ്കരണം ഉൾപ്പെടെയുള്ള ചുമതലകൾ അവർ നിർവഹിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ടാണ് EMS പറയുന്നത് കോൺഗ്രസ് ചെയ്യേണ്ടതും എന്നാൽ കോൺഗ്രസ് ചെയ്യാൻ തയ്യാറാകാത്തതുമായ നല്ല കാര്യങ്ങളായിരിക്കും എൻ്റെ ഗവൺമെൻറ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ ശ്വസിക്കുന്നത് പോലും കമ്മ്യൂണിസ്റ്റ് സമുദായം രൂപീകരിക്കാനാണ്, പക്ഷെ എൻ്റെ ഗവൺമെൻറ് കമ്മ്യൂണിസ്റ്റ് സമുദായം സൃഷ്ടിക്കാനല്ല ശ്രമിക്കുന്നത്. ഇത് EMS എന്ന് പറഞ്ഞത്. അപ്പം ഇതാണ്. അപ്പോൾ മുതലാളിത്തം എന്നുള്ളത് പുരോഗമനപരമാണ് അതിന് മുൻപുള്ള വ്യവസ്ഥയെ സംബന്ധിച്ച്. എന്നാൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ തയ്യാറാകാതെ നിൽക്കുന്നു. അത് നിർവഹിച്ചാലേ അതിനപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇതൊരു ശരിയായ പൊസിഷനാണ്. പക്ഷെ ഇത് മാത്രമായിട്ട് കണ്ടില്ല. അപ്പോൾ എല്ലാവർക്കും വിദ്യാഭ്യാസം മുതലാളിത്തം മുതലാളിക്കാൻ ഇയാൾ പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ മാർക്സിൻ്റെ തന്നെ വാചകമാണ്, സാങ്കേതിക വൈദഗ്ധ്യമുള്ള തൊഴിലാളി മുതലാളിത്ത ഉൽപ്പാദനത്തിൻ്റെ അനിവാര്യമായ മുന്നുപാധിയാണ്. ഇതൊക്കെ കടുപ്പുള്ള വാക്കായിട്ട് തോന്നുമെങ്കിലും എന്നിട്ട് ഉൽപ്പാദനം നടക്കണമെങ്കിൽ കൃഷി പോലെയല്ല, ആവിയന്ത്രം വന്നു, മറ്റ് യന്ത്രങ്ങൾ വന്നു. അപ്പോൾ യന്ത്രങ്ങൾ ഉപയോഗിക്കാനുള്ള സാങ്കേതിക വൈദഗ്ധ്യമുള്ള തൊഴിലാളി ഉണ്ടെങ്കിലേ ഉൽപ്പാദനം നടക്കുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ പണ്ട് പറയും തൊഴിലാളി എന്തുകൊണ്ട് നേതൃത്വത്തിൽ വരുന്നു. ഇപ്പോൾ റെയിൽവേ ഒരു ബ്ലോക്ക് ചെയ്തു, 10,000-കണക്കിന് ആളുകൾ വന്ന് ബ്ലോക്ക് ചെയ്തു എഴുതാം. കുറേ കഴിയുമ്പോൾ അറസ്റ്റ്, വെടിവെപ്പ്, ലാത്തിച്ചാർജൊക്കെ നടന്ന് മാറ്റി ട്രെയിൻ ഓടാൻ തുടങ്ങും, ഭാഗികമായി തടസ്സപ്പെടും. ട്രെയിൻ ഓടിക്കുന്ന ആളുകൾ പണിയെടുക്കുന്നില്ല തീരുമാനിച്ചാൽ എണ്ണം കുറവാണെങ്കിലും ട്രെയിൻ ഓടില്ല. ഇതാണ് ഈ എന്നാലും അവർ പിന്നെ അത് മാറി, എല്ലാവർക്കും തൊഴിൽ കൊടുക്കണ്ട എന്ന പോലെ എല്ലാവർക്കും ആവശ്യമുള്ളവർക്ക് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ആ ചുമതല നമ്മൾ നിർവഹിക്കും. അപ്പോൾ ഇത് അവർ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് അത് വേണ്ട എന്നുള്ളതല്ല. അപ്പം ഇതാണ് അടർത്തിയെടുക്കുന്ന ഈ കോണ്ടെക്സ്റ്റുകൾ എന്നുള്ളത്. പക്ഷേ ഇതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യം എങ്ങനെ എത്തിക്കും? ഇത് പുതിയ വെല്ലുവിളിയാണ്, പ്രചരണ രീതികളുടെ വെല്ലുവിളിയാണ്. ഇപ്പോൾ ജേക്കബ് മിക്കവാറും വായിച്ചിട്ടുണ്ടാവും,
സ്വാതി എഴുതിയൊരു പുസ്തകമുണ്ടല്ലോ ഐ ആം എ ട്രോൾ, ദ ആ, സീക്രട്ട് ഹിസ്റ്ററി ഓഫ് ദ BJPയുടെ സൈബർ വിങ്ങിനെ കുറിച്ച്. എങ്ങനെയാണ് അവർ ഈ പ്രചരണ രൂപങ്ങൾ ഉപയോഗിച്ചിരുന്നത്? നുണകളുടെ പെരുവർഷം, മാത്രം ഹാർഷ് ലാംഗ്വേജുകൾ, ഫേക്ക് ഐഡികൾ. അപ്പോൾ ഒരു ഘട്ടത്തിൽ വന്നത് ഈ കുറേ ലാപ്ടോപ്പ്, ആയിരക്കണക്കിന് ആളുകൾ ഇരുന്നിട്ട് ലാപ്ടോപ്പ് ഇതോടുകൂടി തകർത്ത് കളയാണ്. അപ്പോൾ ഏതെന്നാണെന്ന് പോലും അറിയാത്ത രൂപത്തിലുള്ള പ്രചാരവേലകൾ, അതുവഴി സൃഷ്ടിക്കുന്ന സംവിധാനങ്ങൾ. അപ്പോൾ അത് കേരളത്തിൽ കുറേ കൂടി സ്വാധീനമായി വരുന്നുണ്ട്. ഇപ്പം എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല കോമ്രേഡ്, നിങ്ങളുടെ വൈഫ് ഇപ്പോഴും ഇസ്രായേലിൽ തന്നെയാണോ എന്ന് ചോദിച്ചു. അവർ ഇതുവരെ ഇസ്രായേലിൽ പോയിട്ടില്ല, ഇസ്രായേൽ കണ്ടിട്ടുമില്ല. അവർ UN ഒരു ചെയറിൽ അംഗീകാരം കിട്ടിയതിൻ്റെ ഒരു വാർത്ത വന്നു. അന്ന് ഒരു ഈ UN ഈ സർവകലാശാലയ്ക്ക്, പിന്നെ അവർ ആശ്രയിച്ച സർവകലാശാലയിലാണ്. അത് ഇവിടുത്തെ ഓൺലൈനായിട്ട് അതിനകത്ത് ഫാക്കൽറ്റി ആയിട്ട് ക്ലാസ് എടുക്കലാണ്. അത് UN ഒരു അംഗീകാരമാണ്. യഥാർത്ഥത്തിൽ അത് അംഗീകാരമായിട്ട് വരേണ്ടതായിരുന്നു. പക്ഷേ ആളുകൾ കരുതുമോ ഒരു അമേരിക്കയിലാണ് മോൾ ഇപ്പോഴും പഠിക്കുന്നത്, അവൾ അവിടേക്ക് പോയിട്ടുമില്ല, അവിടെ സ്കോളർഷിപ്പും ഇല്ല. സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട്, അത് ചിലപ്പോൾ ആയിട്ടുണ്ടോ, പക്ഷെ അമേരിക്കയൊന്നുമല്ല. അപ്പോൾ അതെല്ലാം ചേർത്ത് വച്ചിട്ട് അപ്പോൾ ആളുകൾ എപ്പോഴും കരുതും. അപ്പോൾ ഈ നുണ മാത്രം ഇത് സത്യമെന്ന രൂപത്തിൽ അവതരിപ്പിക്കുന്ന ഒരു പ്രചരണ രീതി ഉണ്ടല്ലോ. അപ്പോൾ അതിനെ എങ്ങനെ മറികടക്കാം? നമ്മളിപ്പോൾ സത്യം പറയുമ്പോഴും അതിന് തിരുത്തു കൊടുത്താൽ പോലും അപ്പോഴേക്കും ഇത് ലോകം ചുറ്റി വന്നിട്ടുണ്ടാവും. അവർക്കൊരു ഇത് കൊടുക്കാൻ കഴിയും. അപ്പം അങ്ങനെയുള്ള പ്രചരണ രീതികൾ, അതിനെ മറികടക്കാനുള്ള ഒരു പ്രൊപ്പഗൻഡ സംവിധാനം യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇത് അതിൻ്റെ അകത്ത് ഈ ചർച്ച നമുക്ക് വീണ്ടും മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിൻ്റെ ഇടയ്ക്കും ഈ പ്രൊപ്പഗൻഡ എന്നുള്ളത് ഒരു ഫാക്ടർ. ഈ പ്രൊപ്പഗൻഡയ്ക്ക് പറ്റിയ മെറ്റീരിയലുകൾ ഇപ്പം നിങ്ങൾ തന്നെ ചില കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷം ചില കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് പാർട്ടിക്ക് പറ്റിയ വീഴ്ചകൾ എന്ന് പറഞ്ഞ് തന്നെ പറ്റിയിട്ടുണ്ട്. അതിൽ ഈ കൂട്ടായ നേതൃത്വം എന്നുള്ള വളരെ അടിസ്ഥാനപരമായിട്ട് നിങ്ങളുടെ സംഘടനാ സങ്കല്പത്തിന് അതിനെന്തെങ്കിലും കാര്യമായിട്ടൊരു കേട് പറ്റിയിട്ടുണ്ടോ? അതിലൊരു റീതിങ്കിങ് നടക്കുന്നുണ്ടോ? രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അതിൽ നിന്ന് തന്നെ എത്രത്തോളം അതിനോട് തന്നെ, അതായത് കൂട്ടായ നേതൃത്വ സങ്കല്പത്തോട് എത്രത്തോളം നീതി പുലർത്താൻ പറ്റിയിട്ടുണ്ട് ഒന്ന്. രണ്ടാമത്തേത് കുറച്ചുകൂടെ ലാർജറായിട്ടുള്ള ഇപ്പം എന്നുള്ളതിൽ എപ്പം വേണമെങ്കിലും ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. CPM കേന്ദ്ര കമ്മിറ്റി അംഗമെന്ന നിലയ്ക്ക് താങ്കളോട്, നമ്മളുടെ ഒരു പാർലമെൻ്ററി ഡെമോക്രസിയിൽ ലെനിനിസ്റ്റ് സ്ട്രക്ചർ അത് ഇപ്പോഴും പഴയതുപോലെ തന്നെ റെലവൻ്റ് ആണ്? അല്ല, റെലവൻ്റ് ആണ്, പക്ഷെ രൂപങ്ങൾ പുതുക്കിക്കൊണ്ടിരിക്കണം. അത് മാർക്സിസത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെ. മാർക്സിസം ഒരു ദർശനമാണ്, അത് പ്രയോഗത്തിന് വേണ്ടിയുള്ളതാണ്. പ്രയോഗത്തിൽ നിൽക്കുന്നില്ല, പ്രയോഗത്തിന് അനുഭവത്താൽ നിരന്തരം പുതുക്കിക്കൊണ്ടിരിക്കണം. എങ്കിലത് ഒരു ജൈവമായി മുന്നോട്ട് പോവുള്ളൂ, അത് ജീവനുള്ള ഒരു ദർശനമായി മുന്നോട്ട് പോവുകയുള്ളൂ. അത് ദർശനത്തിൻ്റെ പ്രയോഗരൂപങ്ങളിലും സ്വാഭാവികമായിട്ട് വരും. അപ്പം ഞങ്ങളുടെ ഒരു പ്രവർത്തന രീതിയിൽ ഇപ്പോൾ ഡെമോക്രാറ്റിക് സെൻട്രലിസമാണ്, ജനാധിപത്യ കേന്ദ്രീകരണം. അത് പലരും പ്രസംഗിക്കുമ്പോൾ തന്നെ കേന്ദ്രീകൃത ജനാധിപത്യം എന്ന് പറയും. പ്രാക്ടിക്കലി അങ്ങനെ ആയിട്ടുണ്ടെന്നുള്ളതാണ് ആരോപണം. ജനാധിപത്യ കേന്ദ്രീകരണത്തിൽ ജനാധിപത്യത്തിനെ മുൻനിർത്തിയുള്ള കേന്ദ്രീകരണമാണ്. അത് അരാജകത്വത്തിലേക്ക് പോകാൻ പാടില്ല, ഡെമോക്രാറ്റിക് ഫംഗ്ഷൻ ചെയ്യാൻ അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളുണ്ട്. നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും നിർഭയമായിട്ട് പറയാം. പക്ഷേ ഘടകത്തിൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായത്തിന് ന്യൂനപക്ഷം വിധേയമായിരിക്കണം. ഒരു വ്യക്തി ആ ഘടകമെടുക്കുന്ന തീരുമാനത്തിന് വിധേയമായിരിക്കണം. മുകളിലെ കമ്മിറ്റി എടുക്കുന്ന തീരുമാനത്തിന് താഴെയുള്ള കമ്മിറ്റി വ്യത്യസ്തതകളുണ്ടാവും. പക്ഷേ നമ്മൾ തീരുമാനം എടുത്താൽ അതായത് EMS ഉടനെ ചോദിച്ചു, നിങ്ങളെപ്പോലെ ഇത്രയും കഴിവുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു പാർട്ടി അച്ചടക്കം തടസ്സമല്ലേ? പറഞ്ഞു, ഇത് എനിക്ക് പാർട്ടിക്ക് എന്നെ വേണമെന്നുള്ളതല്ല, എനിക്ക് പാർട്ടി വേണം. ഞാൻ ശരിയാണെന്ന് കരുതുന്ന ഒരു ദർശനം നടപ്പിലാക്കാൻ ഇതുപോലൊരു പാർട്ടി എനിക്ക് ആവശ്യമാണ്. പാർട്ടിക്ക് ഇപ്പോൾ ഞാനില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ എനിക്ക് ഈ പാർട്ടി ആവശ്യമാണെന്ന് മറ്റുള്ള അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ രൂപങ്ങളിൽ മാറ്റം വരുത്തേണ്ടതുണ്ടോ? അത് ഞങ്ങൾ ഇടയ്ക്ക് കാലോചിതമാക്കിയ പരിപാടിയിൽ ചില മാറ്റങ്ങൾ, പ്രോഗ്രാം ഭാവിയിൽ എന്തൊക്കെയായിരിക്കുമെന്ന് വരുത്തിയിട്ടുണ്ട്. സംഘടനാ രൂപങ്ങളിൽ പ്രയോഗത്തിൽ ചില പരിമിതികൾ സ്വാഭാവികമായിട്ട് വരുന്നുണ്ടോ? അത് കുറേ കൂടി ഉൾപ്പാട്ടി ഇപ്പോൾ നമ്മുടെ നേതാക്കന്മാർ നിങ്ങൾക്ക് നിർഭയ അഭിപ്രായം പറയാൻ പറഞ്ഞപ്പോൾ ഇതുവരെ ഭയപ്പെടുന്നതോടെയാണ്. അതല്ല, പക്ഷെ കുറേ കൂടി സ്വതന്ത്രമായി പറയേണ്ടതുണ്ട്. അതിൽ സ്വതന്ത്രമായി പറയുമ്പോൾ ഒന്ന് വിമർശനം മാത്രമല്ല, നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ പ്രദേശത്ത് എന്ത് ചെയ്തു, നമ്മുടെ പ്രദേശത്ത് എന്തുകൊണ്ട് ഈ പ്രതീക്ഷിച്ച റിസൾട്ട് വന്നില്ല, അതിന് വ്യത്യസ്തമായ ഘടകങ്ങളുണ്ടോ, അതും ഒരു സ്വയം വിമർശനവും വേണം. വിമർശനവും പൊളിറ്റിക്സിന് ഒരു വലിയ റോൾ ഇല്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ കരുത് നിങ്ങളുടെ ഈ കുറച്ച് തെറ്റുകൾ ചെയ്തുകൊണ്ടാണല്ലോ ഈ ദൗര്യം ഉണ്ടായെന്നാണ് പൊതുവെ. അത് തെറ്റാണ്. ഈ പറയുന്ന ഒന്ന് ലാർജറായിട്ടുള്ള ഒരു നാഷണൽ പെർസ്പെക്റ്റീവ് ഉണ്ട്, ഒരു റൈറ്റ് വലതുപക്ഷം, തീവ്ര വലതുപക്ഷം പലയിടത്തും അധികാരത്തിൽ വരും. ഇപ്പോൾ ചില മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ട്രംപ് കമ്മ്യൂണിസത്തിനെതിരെ പറയേണ്ടി വരുമെന്ന് അമേരിക്കയിൽ ആരെങ്കിലും കരുതിയിരുന്നു? ഞങ്ങളുടെ പാർട്ടി പരിപാടി തന്നെ പറയുന്നുണ്ട്, സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം അമേരിക്കയുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിസത്തിനെതിരായിട്ടുള്ള പ്രത്യയശാസ്ത്ര ആക്രമണം ഉണ്ടെന്നുള്ള CPM പരിപാടി പറഞ്ഞു വെച്ചിട്ടുണ്ട്. കാരണം അവിടെ അങ്ങനെ ഒരു സാന്നിധ്യമേ
ഉണ്ടാകാനിടയില്ല എന്നാണല്ലോ കരുതിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ അവിടെ ഒന്നും ന്യൂയോർക്ക് മേയർ അതെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്നുള്ളതല്ല, പക്ഷെ ഒരു കാഴ്ചപ്പാടിനെ അതിനെ അഭിസംബോധന ചെയ്യാൻ അവർ നിർബന്ധിതമാകുന്നു. അപ്പോൾ അങ്ങനെ ചില മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിലും പൊതുവെ വേൾഡ് പൊളിറ്റിക്സ് വരുന്നത് കുറച്ച് തീവ്ര വലതുപക്ഷത്തേക്കാണ്. പിന്നെ നേരത്തെ ജേക്കബ് പറഞ്ഞല്ലോ, നിങ്ങൾ ഈ അമേരിക്കൻ തുടങ്ങി കറങ്ങി തിരിഞ്ഞ് ഇന്ത്യയിൽ വന്ന് ഒക്കെ തിരുവനന്തപുരത്തെത്തി, അങ്ങനെ ഒരു കണക്റ്റഡ് ആണ് ഞങ്ങളുടെ ഒരു രീതിശാസ്ത്രം. അങ്ങനെ പ്രസംഗിക്കണമെന്നില്ല, അതിന് മോൾഡ് ഇപ്പം അങ്ങനെ അധികം ആളുകൾ പ്രസംഗിക്കാറില്ല. പക്ഷെ ഇപ്പം നോക്കൂ, ഇപ്പൊ അടുക്കളയിൽ ഞാനതിന് ഫേവറാണ് കേട്ടോ, ഞാൻ അങ്ങനെ വേണമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഏത് രീതിയിലും പ്രസംഗിക്കാം. ഇപ്പോൾ ഹ്യൂബർമാൻ എങ്ങനെ ക്ലാസ് എടുക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ രീതിയിലാണ്. ഇപ്പം ചിലപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇപ്പം ഞാൻ ഒരു സർവകലാശാലയിൽ പോയിട്ട് എന്നോട് ഇപ്പോൾ നിങ്ങൾ ന്യൂ ഫാസിസത്തെ കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞാൽ ഞാൻ സംസാരിക്കുന്ന രീതിയിലല്ല ഒരു സെമിനാറിൽ സംസാരിക്കുക. അതേ വിഷയം തന്നെ ഒരു പൊതുയോഗത്തിൽ സംസാരിക്കുമ്പോൾ ആ രീതി ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ ആരെയാണ് അഭിസംബോധന ചെയ്യുന്നതെന്നുള്ളത് ഇപ്പോഴത്തെ പ്രശ്നം. നിങ്ങൾ അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല നിങ്ങൾക്ക്. ഇപ്പോൾ നമ്മുടെ പ്രതിഷേധ യോഗത്തിൽ അപ്പോൾ ഒരു കോമ്രേഡിനെ അടിയേറ്റിരിക്കുന്നത്, അല്ലെങ്കിൽ പിരിച്ചുവിട്ട ഒരു പ്രശ്നമാണ്. ആ പിരിച്ചുവിട്ട പ്രശ്നത്തിൽ നമ്മൾ പ്രസംഗിക്കുമ്പോൾ ആ വൈകാരികമായ വിഷമത്തിൽ നിൽക്കുന്ന ഒരു സദസ്സാണ് നമ്മുടെ മുൻപിലുള്ളത്. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും പ്രാസംഗികൻ സംസാരിക്കുക. അപ്പോൾ അത് ഭയങ്കര കയ്യടി കിട്ടും, അവിടെ നല്ല അംഗീകാരമായിരിക്കും. പക്ഷെ വീട്ടിൽ തീന്മേശയിൽ ഇരുന്നിട്ട് ഒരാൾ ചാനലിൽ കണ്ടിട്ട് വർഷം കഴിയും, ഇദ്ദേഹം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, എന്ത് പറ്റിപ്പോയി. അപ്പോൾ ഒരു സ്ഥലത്ത് കയ്യടി കിട്ടിയത് ഒരു സ്ഥലത്ത് വിരോധമാവും. പിന്നെ ഇതെടുത്തിട്ട് ഏത് സ്ഥലത്ത് ഉപയോഗിക്കും. അപ്പോൾ എന്ത് സാഹചര്യത്തിൽ എന്ത് പറഞ്ഞു എന്നുള്ളതല്ല. അപ്പോൾ ആരോട് അഭിസംബോധന ചെയ്യുന്നു, എന്തിനഭിസംബോധന ചെയ്യുന്നു, എവിടെ അഭിസംബോധന ചെയ്യുന്നു എന്നുള്ളത് ഇപ്പോൾ പ്രസക്തമല്ലാതെ നിങ്ങൾ ലോകത്തോട് അഭിസംബോധന ചെയ്യുകയാണ്. അത് ഏത് സമയത്ത് അതെടുത്ത് ഉപയോഗിക്കാം. ഇതൊരു വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ നേരിടുന്നത്. പിന്നെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം ഈ പറഞ്ഞ പോലെ ഈ വരുന്ന ഇതിനെങ്ങനെ നമ്മൾ ലോകരാഷ്ട്രീയം ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ ഇവിടെ ഇന്ത്യയിലും തീവ്ര വലതുപക്ഷം രാഷ്ട്രീയം വരുന്നു, BJPയുടെ അധികാരം മിക്കവാറും സംസ്ഥാനങ്ങളിലേക്ക് തന്നെ അവരെത്തിച്ചേർന്നിരിക്കുന്നു. അപ്പോൾ ആ രാഷ്ട്രീയത്തിൽ വരുന്ന മാറ്റം. പിന്നെ കേരളത്തിൽ നോക്കുമ്പോൾ ഒരു 8 വയസ്സുള്ള കുട്ടി ഇപ്പോൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അവരുടെ ഓർമ്മയിലെ കാലത്ത് നിന്ന് താരതമ്യം ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഇത് താരതമ്യം ചെയ്യുന്ന ആളുകളും ഇപ്പോൾ ഒരു കേരളത്തിൽ വന്ന മാറ്റത്തിന് എൻ്റെ അവകാശമാണ് ഈ നേട്ടങ്ങൾ, ഇത് ഗവൺമെൻറ് ചെയ്യേണ്ടതാണല്ലോ, ബാക്കി കാര്യങ്ങളാണല്ലോ പ്രശ്നം. പിന്നെ അതാത് കാലത്ത് ഉരുണ്ടുകൂടുന്ന രാഷ്ട്രീയമാണ് ജനവിധിയെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകം. ഇപ്പോഴത്തെ പ്രശ്നം ഉരുണ്ടുകൂടുകയല്ല, ഉരുട്ടിക്കൂട്ടാണ്. ആ ഉരുട്ടിക്കൂട്ടുന്ന നരേറ്റീവുകൾ നമുക്ക് മറികടക്കാനുള്ള സംവിധാനത്തിൽ ചില കുറവുകൾ ഉണ്ടായിരുന്നു. ഉരുട്ടിക്കൂട്ടുന്ന കൂട്ടത്തിൽ CPM അതിൻ്റെതായ കോൺട്രിബ്യൂഷൻ പാർട്ടി നടത്തിയിട്ടില്ലേ? ചില കുറവുകൾ ഉണ്ടാകാം, ആ കുറവുകളെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അതാണ് ഞങ്ങൾ കാണേണ്ട ജാഗ്രത. നിങ്ങൾക്കത് കാരണം വെച്ചാൽ ഒരു ചെറിയ കാര്യം പോലും ഏത് രൂപത്തിൽ വേണമെങ്കിലും പ്പിക്കാൻ പറ്റുന്ന ആളുകൾ പുറത്തുണ്ട് എന്നുള്ള ധാരണ ഇല്ലാതെ ചിലപ്പോഴെങ്കിലും CPM പ്രവർത്തിച്ചിട്ടില്ല. ഉണ്ടായിരിക്കാം. കാരണം നമ്മൾ സത്യസന്ധമായി ചെയ്യുന്നു, അത് ഇന്ന കാര്യത്തിന് വേണ്ടിയാണ്. ജനങ്ങൾ സത്യസന്ധമല്ലാത്ത ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടില്ലേ? അതായത് ഞാൻ വളരെ സിമ്പിളായിട്ട് ചോദിക്കുകയാണെങ്കിൽ സെക്യുലർ പൊളിറ്റിക്സിൻ്റെ കാര്യത്തിൽ ഞാനത് വീണ്ടും പോസ്റ്റ്മോർട്ടത്തിലേക്ക് പോകില്ല, അത് നിങ്ങൾ തന്നെ അത് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാനത് വീണ്ടും പറയുന്നില്ല. അതിൻ്റെ അകത്ത് ചില പോരായ്മകൾ വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ പോരായ്മകൾ വരാതിരിക്കാനുള്ള സിസ്റ്റത്തിൻ്റെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സെക്യുലർ പൊളിറ്റിക്സിൽ കോംപ്രമൈസ് ചെയ്ത് നിങ്ങൾക്കൊരു പൊളിറ്റിക്സ് പറ്റില്ല. അത് ഒരു കമ്മിറ്റിയുടെ തീരുമാനമാകാനും പറ്റില്ല. കാരണം അതും നിങ്ങളുടെ പൊളിറ്റിക്സും തമ്മിലൊരു ബന്ധമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ലിപ്പ് വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ സംവിധാനത്തിൽ എവിടെയെങ്കിലും, ഞാൻ പറയുന്ന ഒരു പർട്ടിക്കുലർ സംഭവത്തെക്കുറിച്ചല്ല, ആ സംഭവം എന്തുകൊണ്ട് അതിൻ്റെ കാരണത്തിലൊരു പ്രശ്നം നിങ്ങളുടെ പാർട്ടിയും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല. അതിൽ ഈ പറയുന്നൊരു ഇപ്പോഴത്തെ ഒരു രീതിയുടെ പ്രശ്നമുണ്ട്. ഞങ്ങൾ ഒഴിവാക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്, ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ഇനിയിപ്പോൾ അൺഡു ചെയ്യാൻ പറ്റില്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പക്ഷെ അത് സംഭവിച്ചു, അത് ഞങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കാരണങ്ങളെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത്, കാരണം എന്നുള്ളത് ചിലപ്പോൾ ബോധപൂർവമാകണമെന്നില്ല. ചില പ്രശ്നങ്ങളിൽ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ വരാം. അല്ലാതെ ഒരു കേരളത്തിൽ CPM-ഉം BJP-യും തമ്മിൽ ഒരു ഡീലുണ്ടാക്കി പോകുന്നു എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ എളുപ്പത്തിൽ വേവുന്ന പരിപ്പല്ലാതെ അത് വേവിക്കാവുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയെന്നുള്ളതാണ്. ഇപ്പോൾ നോക്കൂ, ഒരു കാറിൽ പോകുമ്പോൾ ശ്രീ വെള്ളാപ്പള്ളിയെ കാറ് കയറ്റുന്നു. അത് അന്നത്തെ മുഖ്യമന്ത്രി വിസ്തീരിച്ചു, വേണമെങ്കിൽ അവിടെ അവസാനിപ്പിക്കാം, പക്ഷെ അത് വേണമെങ്കിൽ ഉപയോഗിച്ചുകൂടെ എന്ന ചിന്തയും വരാം. പക്ഷെ അതേ വെള്ളാപ്പള്ളി ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഹാരവുമായിട്ട് മന്ത്രിമാർ നിരനിരയായി ഓടിപ്പോകുന്നത് ഉത്തമ മതനിരപേക്ഷ ഒരു പ്രവൃത്തിയായിട്ട് ഇപ്പം കാണുന്നുണ്ട്. പക്ഷെ കാണുന്നില്ല കേട്ടോ. ഞാൻ കണ്ടത് വളരെ രൂക്ഷമായിട്ടുള്ള റിയാക്ഷനാണ് എല്ലാ ഭാഗത്തു നിന്നും വന്നത്. ഇന്നിപ്പം നമ്മൾ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു വെള്ളാപ്പള്ളിയുടെ ഇമേജ് അല്ല.
എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയ വഴിക്ക് വെച്ച് കണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് വരെ ഭീകരമായിട്ടുള്ള ചീത്തവിളി കിട്ടുന്നുണ്ട് UDF അത് പക്ഷേ ഞങ്ങളെ കണ്ട പോലെ അവർക്ക് ഇതൊക്കെ ആവാം എന്നൊരു പ്രിവിലേജ് ഉള്ളവരാണ്. പിന്നെ അതിലിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നിലപാടിനെ എതിർക്കുമ്പോൾ അല്ലെങ്കിൽ പ്രസ്താവന എതിർക്കുമ്പോൾ ആ പ്രസ്താവന ഇവിടെ ആയിരിക്കും. നമ്മൾ പ്രശ്നത്തെയാണല്ലോ അഭിസംബോധന ചെയ്യുന്നത്. ഇപ്പം നമുക്ക് PM ശ്രീ എന്തായിരുന്നു ഞങ്ങളുടെ ലിങ്കാണെന്നല്ലേ, ഡീൽ ഇതാണ്, RSSൻ്റെ അജണ്ട നടപ്പിലാക്കാനുള്ളതാണ്, CPIയേക്കാൾ RSSനോടാണ് ഇവർക്ക് സഖ്യം എന്ന് എൻ്റെ അമത്തെ പൊതുവിഷേതാവ് പറയും. ഇപ്പോൾ അവരെന്ത് ചെയ്യുന്നു? നിങ്ങൾ ഒപ്പിട്ടുകൊണ്ടാണ്. നിങ്ങൾ ഒപ്പിട്ടെങ്കിൽ എവിടെ നിൽക്കുന്നു അതിൽ നിന്നൊരു ഇഞ്ച് ഞങ്ങൾ പോവില്ല എന്നെങ്കിലും പറയാമല്ലോ. ഞാൻ ചോദിക്കുന്നത് ആ കഥയിൽ പോലും വളരെ എളുപ്പം അവർക്കതിൻ്റെ UDFന് അത് രക്ഷപ്പെട്ട് പോരാൻ വേണ്ടി പറ്റുന്നുണ്ട്. അത് മുസ്ലിം ലീഗ് പോലും കൂടെ നിൽക്കുന്നു എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അതായത് നിങ്ങളത് സൈൻ ചെയ്തു, അതിനകത്ത് പോരായ്മ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി, നിങ്ങളത് ഡെഡാക്കി വെച്ചു, അതിനുള്ള തെളിവുകൾ കേന്ദ്ര സർക്കാർ തന്നെ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു. പക്ഷേ അപ്പോഴും കഥ തുടങ്ങുന്നത് തിരുനക്കര തന്നെയാണ്. അവിടെ ഇപ്പോഴും പിന്നെ നെഗറ്റീവുള്ള പ്രശ്നം നമ്മളത് ഇന്നത്തെ പത്രം നോക്കിയാൽ പിന്നെ ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്ന ദിവസം, അതായത് ഇന്നലെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി പറഞ്ഞത് ദേശാഭിമാനി ആദ്യം കൊടുത്തു. എവിടെ നിന്ന് കിട്ടി സോഴ്സ്? ഗവൺമെൻറ്റാണ്. അപ്പം തന്നെ എനിക്ക് മാത്രമേ എല്ലാവർക്കും അറിയാൻ പറ്റും. 2 ദിവസം മുമ്പ് മാതൃഭൂമി കൊടുത്തിരുന്നു. അവന് 2 ദിവസം മുമ്പ് എക്കണോമിക് ടൈംസിന് മനോജിൻ്റെ വളരെ വിശദമായ റിപ്പോർട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കിയതാണ്. കാരണം നമ്മൾ ഈ കുറച്ചു കാലം വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഇതിനകത്ത് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ വായിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ പത്രമെങ്കിലും പറയണ്ടേ ഞങ്ങൾ കൊടുത്തതാണ്, ദേശാഭിമാനിക്ക് ക്രെഡിറ്റ് കൊടുക്കണ്ടെന്ന് മാതൃഭൂമി എന്ന് പറയണ്ടേ? ഇന്നത്തെ പത്രം അരിച്ചു പറക്കിയാൽ എവിടെയെങ്കിലും എൻ്റെ ഒറ്റ നോട്ടത്തിൽ കണ്ടില്ല. ഇത് ഞങ്ങൾക്കാണ്, എന്തിനാ നിങ്ങൾ മുഖ്യമന്ത്രി ദേശാഭിമാനി ക്രെഡിറ്റ് കൊടുത്തത്? മലയാളത്തിൽ ആദ്യമായി ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന പത്രം ഞങ്ങളാണ്, കേരളത്തിലെ ജനങ്ങൾ അറിയിച്ച് ഞങ്ങളാണെന്ന് അവകാശപ്പെടാവുന്ന ഒരു പത്രം പോലും അരിച്ചു പറക്കിയാൽ പോലും അത് കിട്ടുന്നില്ല. അപ്പോൾ അതാണ് ഈ സോഷ്യൽ മീഡിയ മാത്രമല്ല മെയിൻ സ്ട്രീം മീഡിയ ഇത് ഏറ്റവും കുറവ് അവരുടെ പത്രത്തിൻ്റെ പ്രചരണം വർദ്ധിപ്പിക്കാനെങ്കിലും ഉപയോഗിക്കാവുന്ന സാധനം വളരെ വിസിബിളായി കിട്ടിയിട്ടും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണല്ലോ. അപ്പം അങ്ങനെയുള്ള പ്രചാരവേലകളുണ്ട്. ഇപ്പോൾ PM ശ്രീ ശരി അവിടെ നിൽക്കണല്ലോ എന്ന് പറയുന്നില്ല. നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയില്ലല്ലോ, അവിടെ നിൽക്കണ്ടേ? ഇപ്പോൾ ലോഗോ വയ്ക്കാം, എന്താ തെറ്റ് എന്ന് ചോദിക്കുമ്പോൾ എന്താ തെറ്റ് എന്ന് ചോദിക്കുന്ന രൂപത്തിലേക്ക് ആളുകൾ മാറ്റാനുള്ള പ്രചാരവേലകളുണ്ട്. ഞാനിത് വേറെ കാര്യം ശ്രദ്ധിച്ചു. അതായത് ഈ ലോഗോ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു അറേഞ്ച്മെൻറ്റാണ്. ഈ ലോഗോ വെക്കും, കാരണം ഫോട്ടോ എടുത്ത് നിങ്ങൾ അയച്ചു കൊടുക്കണം, അതിനുശേഷം ലോഗോ മാറ്റും. അതൊരു ഗവൺമെൻറ്റിന് പ്രത്യക്ഷമായിട്ട് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇപ്പോൾ അന്നത്തെ പഞ്ചായത്ത് വകുപ്പ് മന്ത്രി MP രാജേഷിനോട് ചോദിച്ചാൽ ലോഗോ വെക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹത്തിന് ഒഫീഷ്യലായിട്ട് പറയാൻ വേണ്ടി പറ്റില്ല. പ്രാക്ടിക്കലായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് അത് അവിടുന്ന് ഒഴിവാക്കാനുള്ള പ്രായോഗിക നടപടി എടുത്തു എന്നുള്ളതാണ്. ഇപ്പോൾ അതെടുത്ത് വെച്ചിട്ടാണ് പറയുന്നത് ലോഗോ അന്നും വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അതായത് മനുഷ്യൻ്റെ ആത്മാഭിമാനം എന്നുള്ളത് അത്ര വലിയൊരു വിഷയമല്ല എന്ന് പറഞ്ഞുറപ്പിക്കാൻ പറ്റുന്ന അതിന് ഇപ്പോൾ ജേക്കബ് പറയുമ്പോൾ പ്രശ്നം, അന്ന് MP രാജേഷ് മന്ത്രി കത്തെഴുതിയിട്ടുണ്ട് ലോഗോ വയ്ക്കാൻ പറ്റില്ല എന്ന്. മുഖ്യമന്ത്രി കത്തെഴുതിയിട്ടുണ്ട്. എവിടെയെങ്കിലും ഞങ്ങൾക്ക് PMFIയുടെ ഫണ്ട് കിട്ടിയിട്ടില്ല ഈ കത്തെഴുതിയോണ്ട്. അതാണ് റിയാലിറ്റി. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സമയത്താണെങ്കിൽ അയ്യോ ഇത് വയ്ക്കാൻ ആലോചിക്കുന്നത് പോലും കുഴപ്പമാണ്, പ്രശ്നമുണ്ട്. അവർ ചർച്ച ചെയ്താൽ അത് പ്രശ്നമാണ്, RSS ഡീലാണ്. ഇത് വയ്ക്കുമ്പോൾ എന്താണ് തെറ്റെന്ന് വെച്ചാൽ അത് ശരിയാണല്ലോ എന്ന്, അതാണ് ഇപ്പോഴത്തെ ഒരു പ്രതീതി നിർമ്മാണം നമ്മൾ പറയുമല്ലോ, അതിൻ്റെ ഒരു പ്രചരണ രീതി എന്നുള്ളത്. അതിനെ മറികടക്കാനായി അതിനുവേണ്ടി നിങ്ങൾ ടൈറ്റ് ആകേണ്ടതില്ല. ഞങ്ങളുടെ പ്രചരണ രീതിയിലും കുറേ മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. പ്രചരണ രീതി മാത്രമല്ല, നിങ്ങളുടെ പ്രവർത്തനത്തിൽ. കാരണം ഈ PM ശ്രീ എന്തുകൊണ്ട് സൈൻ ചെയ്യേണ്ടി വന്നു, എന്തുകൊണ്ട് സാധാരണഗതിയിൽ മുന്നണിയും മന്ത്രിസഭയും ചർച്ച ചെയ്ത് മാറ്റിവെച്ച ഒരു കാര്യം സൈൻ ചെയ്തു എന്നുള്ള ഒറിജിനൽ സിൻ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നൊരു സാധനം അവിടെ കിടക്കുന്നുണ്ട്. അതെന്തുകൊണ്ട് വന്നു എന്ന് ഭരണത്തിനൊരു പ്രധാനപ്പെട്ട പങ്ക് രാഷ്ട്രീയത്തെക്കാൾ കൂടുതൽ ഭരണം മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട എന്നൊരു തോന്നൽ CPM നേതൃത്വത്തിന് ഉണ്ടായിരുന്നില്ല. അല്ല, അതുകൊണ്ട് തന്നെയാണല്ലോ ഞങ്ങൾ മാറ്റിയത്. എന്ന് വെച്ചാൽ വകുപ്പ് തലത്തിൽ നോക്കിയപ്പോൾ ആ ഫണ്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. ഇല്ല, അത് മനസ്സിലായി. പക്ഷെ മറ്റ് ഫണ്ട് കിട്ടുന്നില്ല. പിന്നെന്ത് ചെയ്തു? നമ്മൾ ഒപ്പുവെച്ചപ്പോൾ SSIയുടെ ഫണ്ടിൻ്റെ ഒരു ഭാഗം കിട്ടി. പക്ഷെ നമ്മൾ ക്യാബിനറ്റ് തീരുമാനിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഈ വിദ്യാഭ്യാസ അവകാശ നിയമത്തിന് നൽകുന്ന നമുക്ക് കേന്ദ്രത്തിൽ കിട്ടേണ്ട അലോട്ട്മെൻറ്റിൽ ഇത് വെട്ടിക്കുറച്ചിട്ടാണത്. അപ്പോൾ ഫലത്തിൽ SSIയുടെ കിട്ടിയിട്ടില്ല. പിന്നെ നമ്മൾ കെപ്റ്റിൻ അബയൻസ് വെച്ചു, മുന്നോട്ട് പോയേയില്ല. അപ്പോൾ ഒപ്പിട്ടത് ഞങ്ങൾ അതിനുള്ള ആ പ്രശ്നം വന്നല്ലോ, അത് ചർച്ച ചെയ്തു, ഞങ്ങൾ പ്രതിപക്ഷത്തായല്ലോ, അതും ഒരു ഘടകമായി ഉപയോഗിച്ചു. അത് എന്തുകൊണ്ട് അങ്ങനെ ഒപ്പിടേണ്ട? അതാണ് നമ്മുടെ റൂട്ട് കോസ്. അത് അഡ്രസ്സ് ചെയ്യേണ്ടതല്ലേ? അത് സാധാരണഗതിയിൽ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. CPMൻ്റെ ഒരു സർക്കാരിൽ പാർട്ടിയുടെ തീരുമാനമില്ലാതെ, മന്ത്രിസഭയുടെ തീരുമാനമില്ലാതെ ഇത്രയും ഐഡിയോളജിക്കലി ഒപ്പോസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനൊരു സൈനിങ് നടക്കാൻ വേണ്ടി പാടില്ല സാധാരണഗതിയിലാണെങ്കിൽ.
പക്ഷേ ആ സൈനിങ് നടന്നു. അതെന്തുകൊണ്ട്, ഞാൻ ചോദിക്കുന്നത് സൈൻ ചെയ്തു എന്നുള്ളതല്ല, അതെന്തുകൊണ്ട് നടന്നു എന്നുള്ളതിനെക്കുറിച്ചും പാർട്ടി ആലോചിക്കുന്നില്ലേ? കാരണം അതങ്ങനെ നടക്കാൻ പാടില്ലായിരുന്നു ഞങ്ങൾ കണ്ടല്ലോ. പിന്നെ ഉദ്യോഗസ്ഥരത്തിൽ ഒപ്പിട്ടു, എന്തുകൊണ്ടാണ് അതിനെ സംബന്ധിച്ച് പിന്നെ ഞങ്ങൾ ക്യാബിനറ്റിനെ തീരുമാനിച്ചല്ലോ അതെ. ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല എന്ന്. അപ്പോൾ ക്യാബിനറ്റ് ഡിസിഷനാണ് പ്രധാനം. പിന്നെ എഗ്രിമെന്റും MOU ആണ്, എഗ്രിമെന്റ് അല്ല, അതിൻ്റെതായ പരിമിതി ഉണ്ട്. പിന്നെ ഗവൺമെന്റിന് വേണ്ടി, ഗവർണർക്ക് വേണ്ടി അങ്ങനെ സാങ്കേതിക നിയമപരമായ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ക്യാപ്റ്റൻ അബയൻസ് പറഞ്ഞപ്പോൾ അവർ മറ്റു നടപടിയൊന്നും എടുക്കാതിരുന്നത്. നിങ്ങൾക്ക് നടപ്പിലാക്കിയേ പറ്റൂന്നൊരു കത്ത് വന്നില്ല, ഇവരില്ല എന്നാണ് പാർലമെന്റിൽ കൊടുത്ത മറുപടി. ഇതിന് ക്യാബിനറ്റിന്റെ അംഗീകാരം ഉണ്ടായിരുന്നില്ല, ധനകാര്യ വകുപ്പിന്റെ അംഗീകാരം ഉണ്ടായിരുന്നില്ല, ഫോർ ഗവർണർ ആയിരുന്നില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഞാൻ പറഞ്ഞ അവിടെ ഞങ്ങൾ നിർത്തിയെടുത്ത് അവിടെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയില്ല. പക്ഷേ ഞങ്ങൾക്ക് MOU റദ്ദാക്കാൻ ഞങ്ങൾക്ക് അധികാരമില്ല. അത് ഇങ്ങനെ പ്രശ്നമുണ്ട്, അവർ ഒപ്പിട്ട് പോയി, അതിന് മുഴുവൻ ഉത്തരവാദിത്വം അവർക്ക് തന്നെ. പക്ഷെ അവർ പറഞ്ഞു ഒന്നും ചെയ്തിട്ടില്ല, ഞങ്ങളും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് നിങ്ങൾ അറിയണമെന്ന് അവർക്ക് പറയാമല്ലോ, ഞങ്ങൾ കുറ്റപ്പെടുത്താനെങ്കിലും. അതിന് പകരം അതിന്റെ നടത്തിപ്പുകാരായിട്ട് നേരെ പോയില്ലേ. പിന്നെ അദ്ദേഹം പറഞ്ഞത് സ്കൂൾ തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് ഉണ്ടാവും. ഇപ്പോൾ എറണാകുളത്ത് സ്കൂളിൽ പഠിപ്പിച്ചാലും മലപ്പുറത്ത് സ്കൂളിൽ പഠിപ്പിച്ചാലും എന്താ വ്യത്യാസം? ഒരു വ്യത്യാസമില്ലല്ലോ. നമുക്ക് അന്ന് അവകാശമുള്ളത് തന്നെയാണ്. അപ്പോൾ ആ നരേറ്റീവ് എങ്ങനെ വരുന്നത്, അതിനെനിക്ക് തോന്നുന്നു കേരളത്തിൽ കുറച്ചാളുകൾക്കിടയിൽ ഇപ്പോൾ തന്നെ ചിന്ത വന്നിട്ടുണ്ട്. എത്ര കാലം അവർക്ക് ഇങ്ങനെ പോകാൻ പറ്റും? ഈ പറഞ്ഞതെന്ന് ഞങ്ങൾ അന്ന് പറയും, ഒരു കുഴപ്പമില്ല, പണ്ട് കേരളത്തിൽ പറയാൻ പറ്റും. ഒരു പൊളിറ്റിക്സിനകത്തുള്ളൊരു കമ്മിറ്റ്മെന്റ്, രാഷ്ട്രീയത്തിന്റെ ധാർമ്മികത, ഇതൊക്കെ വെച്ചിട്ട് ഞങ്ങൾ അന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വോട്ട് കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഇത് ശ്രീധരൻപിള്ള പറഞ്ഞാൽ വേറെ കാര്യമാണ്, മറ്റൊരു പതിപ്പാണല്ലോ. പ്രകടനപത്രിക വോട്ട് കിട്ടാൻ വേണ്ടിയുള്ളതാണ്. അന്ന് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞത് നിങ്ങളെ പറ്റിക്കാനാണ്, നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം. ഭരിക്കുമ്പോൾ ഞങ്ങൾക്ക് ആ കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല. ഭരിക്കുമ്പോൾ ഞങ്ങൾ ഭരണഘടനാപരമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത് എന്തിനാണ്? നിങ്ങൾ ഭരണഘടനാപരമായി പ്രവർത്തിക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ അത് മുഴുവൻ വിഴുങ്ങാനല്ല സത്യപ്രതിജ്ഞ. അതാണ് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഉള്ളത്. അപ്പം അത്രയും പ്രകടമായിട്ട് നേരത്തെ ഉള്ളതിനെല്ലാം റദ്ദാക്കാൻ രാഷ്ട്രീയ നിലപാടുകളെ മതനിരപേക്ഷ നിലപാടായി പറഞ്ഞതിന്, ഞങ്ങളെ വർഗീയമായി സന്ധി ചെയ്തു എന്ന് കുറ്റപ്പെടുത്തിയ പ്രശ്നങ്ങളെല്ലാം നേരെ റദ്ദ് ചെയ്ത് അതിൻ്റെ മുഴുവൻ പ്രചാരകരായി മാറാൻ അവർക്ക് ചെറിയ സമയം മതി ഇതിനിടയിൽ വന്നിട്ടുള്ളത്. ഇതാണ് യാഥാർത്ഥ്യം. ഇനി നിങ്ങൾ എങ്ങനെയാണ് മുമ്പോട്ട് പോവുക? അങ്ങനെ അതായത് പൊളിറ്റിക്സിൽ ഇപ്പം ഈ പറയുന്ന പോലെ UDFിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് തിരിച്ചു വരവ് സാധ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് വളരെ ശരിയായിരിക്കുന്ന ഒരു കാര്യമായിരിക്കും. അല്ല, അത് ഇപ്പം ജനങ്ങൾക്ക് തന്നെ തോന്നി തുടങ്ങിയിട്ടുണ്ടല്ലോ. ഒരു 50 ദിവസം എടുത്തു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ കുറച്ച് പ്രചാരകരെ ഒഴിവാക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ ശ്രീ വേണുഗോപാൽ എന്താ പറഞ്ഞത്? ഇത് BJPയുടെ സർക്കാരാണെന്നാണോ കരുതിയത്? ഇത് അദാനി സൂപ്പർ ഗവൺമെൻറ് ആണ് എന്നാണോ കരുതുന്നത്? മറ്റ് സംസ്ഥാനങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ചുരുക്കം എന്താ, അദാനി കരുതി എന്നാണ് അദ്ദേഹം പറഞ്ഞേക്കണേ. കറക്റ്റ്. പക്ഷെ അദാനിക്ക് അങ്ങനെ കരുതാവുന്ന ഒരു പ്രവർത്തനമാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് സംഘടനാ ചുമതലയുടെ സെക്രട്ടറി പറഞ്ഞിരിക്കുകയാണ്. അദാനിക്ക് വിധേയമാണെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങൾ സമൂഹത്തിലേക്ക് വരുന്നുണ്ട്. അത് ഇപ്പോഴും ഒരു മറുപടി പറയുന്നില്ല അത്തരം പ്രശ്നങ്ങൾക്കകത്ത്. ഇതിനൊക്കെ നമുക്ക് തർക്കത്തിൽ ഈ അടിസ്ഥാന പ്രശ്നത്തെ മാറ്റി നിർത്തുന്ന ഒരു സവിശേഷ രീതിയാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സ്വീകരിക്കുക. നിങ്ങൾ പ്രശ്നം പറഞ്ഞാൽ, ഞങ്ങൾ സഭയിലും ഉള്ളപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മളത് വസ്തുതയല്ല എന്ന് സ്ഥാപിക്കുമ്പോൾ അദ്ദേഹം നിശബ്ദനായി കേട്ടിരിക്കും സഭയ്ക്കകത്ത്. പലത് നമ്മുടെ മുമ്പിലുണ്ടല്ലോ. പുറത്ത് ഈ പറഞ്ഞ കാര്യത്തിന് കുറേ കൂടി ആധികാരികമായിട്ട് അവതരിപ്പിക്കും. ഇപ്പോൾ ആരോ ഇന്നലെ എഴുതുന്നത് കണ്ടു, 250 സെന്റിമീറ്റർ മഴ പെയ്തല്ലോ എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ട് വരാവുന്ന സെന്റിമീറ്റർ. ആ പറയുന്നതിൻ്റെ ആധികാരികത ഇത് എനിക്ക് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ് എന്ന മട്ടിൽ അവതരിപ്പിക്കുക. അത് ഇന്നലെ ആരോ എഴുതിയതായി കാണുകയുണ്ടായി. അപ്പോൾ അത് ആ വീഡിയോ കാണുമ്പോൾ അങ്ങനെയാണ്. അപ്പം അതിനൊക്കെ എത്ര കാലം അങ്ങനെ പറ്റും? അപ്പം ഞങ്ങൾ ചെയ്യേണ്ട കാര്യം, ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ, വസ്തുതകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. ഞങ്ങൾ നേരത്തെ കണ്ടുകൊണ്ട് ഓരോ പ്രശ്നങ്ങളിൽ അതാത് സമയത്ത് തന്നെ നിലപാടുകൾ വ്യക്തമാക്കണം. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ കുറേ കൂടി ഉപയോഗിക്കുമ്പോൾ, ഇപ്പോൾ അവരെ പോലെ പ്രൊഫഷണലായിട്ട് വലിയ ഏജൻസി വെച്ചിട്ടൊക്കെ ചെയ്യുക ഞങ്ങളെ സംബന്ധിച്ച് അത്ര എളുപ്പമായിരിക്കില്ല. എന്നാൽ പോലും ഞങ്ങൾക്കുള്ള വിഭവങ്ങളുണ്ട് രാഷ്ട്രീയമായി തന്നെ ഇത്തരം മേഖലയിലുള്ള ആളുകൾ. അപ്പോൾ അതെല്ലാം നന്നായി ഉപയോഗപ്പെടുത്തും. യഥാർത്ഥത്തിൽ ഒരു കാര്യം, നിങ്ങളുടെ വലിയ അനുഭാവി വൃന്ദം ലോകം മുഴുവനുണ്ട്. അവരൊന്നും നിങ്ങൾ ഉപയോഗിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. കാരണം ഇതിൻ്റെ അകത്ത് എനിക്ക് കിട്ടിയ റെസ്പോൺസ് അനുസരിച്ച് ഇപ്പോൾ CPM-നുണ്ടായ വലിയ തോൽവിയിൽ ഏറ്റവും കൂടുതൽ നീറ്റൽ അനുഭവിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ പഴയ നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന SFIക്കാരും പഴയ DYFIക്കാരും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട്. ദേ ആർ വില്ലിങ് ടു കോൺട്രിബ്യൂട്ട്. അത് അവരുടെ സമയമായിട്ടും അവരുടെ സ്കിൽ സെറ്റായിട്ടും ഒക്കെ ദേ ആർ അവൈലബിൾ. ഇത് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് പാർട്ടി ആലോചിച്ചിട്ടുണ്ടോ? ശ്രീ രാജു, താങ്കളും പലപ്പോഴും പലയിടത്ത് യാത്ര ചെയ്യുമ്പോൾ എനിക്കൊന്ന് കോൺടാക്റ്റുകൾ ഉണ്ടാവാറുണ്ട്. ഈ മനുഷ്യർക്കൊക്കെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ടോ? എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം,
ഇപ്പോൾ പലരും സോഷ്യൽ മീഡിയയിൽ ഇടപെടും, ചിലപ്പോൾ എന്തെങ്കിലും പാടും, അപ്പോൾ അത് വല്ലാതെ ചർച്ചയാവും, മാധ്യമങ്ങളെടുക്കും, ചർച്ചയാവും. പക്ഷേ UDFിൻ്റെ ഈ സൈബർ ഹാൻഡിൽ നിന്ന് വരുമ്പോൾ ഭാഷ രീതികൾ അത് പക്ഷെ ആരും കണ്ടതായിട്ട് എനിക്കില്ല. വളരെ മോശപ്പെട്ട ഒരു പുതിയ കൾച്ചർ എനിക്ക് തോന്നുന്നു സമീപകാലത്ത് കോൺഗ്രസ് കേരളത്തിൽ രൂപപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അത് എന്തും പറയാൻ കുഴപ്പമില്ല, ആ പറയുന്നത് അത് അടിച്ചിരുത്തുക, അല്ലെങ്കിൽ നുണ തന്നെ പറയുക, സത്യമെന്ന രൂപത്തിൽ അവതരിപ്പിക്കുക, വ്യക്തിപരമായിട്ട് ആക്രമിക്കുക, ഇങ്ങനെയുള്ള ഒരു രീതി. ഇപ്പോൾ നമ്മുടെ ഇടതുപക്ഷത്തിന് ചർച്ചയ്ക്കൊക്കെ പങ്കെടുക്കാൻ വരുന്ന ആളുകൾ, അല്ലെങ്കിൽ നന്നായി സംസാരിക്കുന്നവർ, അല്ലെങ്കിൽ നിലപാട് വ്യക്തമായി പറയുന്നവർ, അവരെല്ലാം ടാർഗറ്റ് ചെയ്യുക. അപ്പുറത്ത് ഒരു നിലപാടും ഉണ്ടാവില്ല, അവരെല്ലാം മഹത്വവൽക്കരിക്കുക. ഇങ്ങനെയുള്ള ആൾ നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിക്കുക. ഇങ്ങനെയുള്ള ഒരു നരേറ്റീവ് കൊണ്ടുവരിക. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ കോഴിക്കോട് SFI വിജയിച്ചല്ലോ, മറ്റ് പല സ്ഥലങ്ങളിലും വിജയിക്കുകയുണ്ടായല്ലോ. അപ്പോൾ പുതിയ തലമുറയിൽ ഈ ഘട്ടത്തിലും ഇടതുപക്ഷത്തോടുള്ള താല്പര്യം വർദ്ധിച്ചു വരുന്നുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള വിഭാഗത്തിലല്ലാതെ വലിയൊരു നീറ്റ് വന്നില്ലേ, CBSEയുടെ വന്നില്ലേ. അപ്പോൾ ആ പ്രശ്നങ്ങളിലെല്ലാം ഒരു ഡിസ്കണ്ടന്റ് ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ അത്തരം മേഖലയിൽ ഞങ്ങൾ എങ്ങനെ ഇടപെടാം? പിന്നെ ജേക്കബ് പറഞ്ഞതുപോലെ ലോകത്ത് എല്ലായിടത്തുള്ള മലയാളി സമൂഹത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് അടുപ്പമുള്ള ആളുകളുണ്ട്. ഒരിക്കലും ഞങ്ങൾ ശ്രമം നടത്തിയല്ല പ്രൊഫഷണൽ നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ. വിദ്യാർത്ഥി കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നവർ ചിലപ്പോൾ പ്രൊഫഷണലായി മാറി അവരവരുടെ മേഖലയിൽ പിന്നീട് ഇടപെടാൻ പരിമിതികളുണ്ടാവും. ഇപ്പോൾ നമുക്ക് ടെക്നോളജി പുതിയ സാധ്യതകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫ്ലെക്സി പ്ലേസസ് ആണ്, വെർച്വൽ പ്ലാറ്റ്ഫോമുകൾ സജീവമാണ്. അപ്പോൾ അതിനെ ഞങ്ങൾ ഞങ്ങൾ ശ്രമം തുടങ്ങിയതായിരുന്നു, പക്ഷെ അത് അതേ വേഗതയിൽ പോയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇത് ഇനിയും നമുക്ക് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന ലോകത്തെമ്പാടുമുള്ള ആളുകളുടെ ആ വിഭവശേഷിയെ കുറെ കൂടി കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്താൻ കഴിയേണ്ടതുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, 37 കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ തുടങ്ങി മുമ്പോട്ടുള്ള എല്ലാ കാലത്തും, അതിൻ്റെ ഇപ്പം വരെയും അടുത്ത കാലം വരെയും അതിനൊരു ഫെലോ ട്രാവലർ എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ടല്ലോ, ഫെലോ ട്രാവലേഴ്സ് എന്ന് പറയുന്ന സഹയാത്രികർ. CPM ആയിരിക്കണം എന്നില്ല, പാർട്ടിക്കാരല്ല. ഇതിന് ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ, അവർ പ്രാക്ടിക്കലി ഇപ്പോൾ ഒന്നെങ്കിൽ CPM-നൊപ്പം അല്ലെങ്കിൽ CPM-നെതിരെ എന്നുള്ള ഒരു ബൈനറിയിലേക്ക് വന്നിട്ടുണ്ട്. ഞാനത് ഈ കഴിഞ്ഞ തുടർഭരണത്തിൻ്റെ സമയത്ത് ഞാനത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒന്നുകിൽ CPM-നൊപ്പം അല്ലെങ്കിൽ CPM-നെതിരെ. അതല്ലാതെ CPM-ൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളോട് ഒപ്പം നിൽക്കുകയും എന്നാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുകയും ചെയ്യുന്ന ഒരാളുകൾ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. ഇത് പാർട്ടി റെക്കഗ്നൈസ് ഇത് പുറത്തുനിന്നുള്ള എൻ്റെ ഒരു നിരീക്ഷണമാണ്. CPM എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? അതിൽ എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യാനുള്ള ഏതെങ്കിലും ശ്രമം ഉണ്ടാവുമോ? ഈ കൾച്ചറൽ മേഖലയിലൊരു ബുദ്ധിജീവി, സാംസ്കാരിക പ്രവർത്തകർ, ഇവർക്കൊക്കെ ഇടയിൽ ഞങ്ങൾക്ക് നേരത്തെ ഉള്ള അത്രയും ഒരു ഇത് വരുന്നുണ്ടോ? അതാണല്ലോ സ്വാഭാവികമായിട്ട് വരുന്ന പ്രശ്നം. നമ്മളിപ്പോൾ നോക്കുമ്പോൾ കേരളത്തിൽ ഇടതുപക്ഷം തുടർച്ചയായി മാറി അതിൻ്റെ കൂടെ ഒന്നുകൂടെ പറയാം. അതുകൊണ്ട് കൂടിയാണ് ശ്രീ സതീശൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങളാണ് ഇടതുപക്ഷം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ ഒരു ലോജിക്ക് അതുകൂടിയാണ്. അതിനെ താങ്കൾ പറഞ്ഞത് ലോജിക്ക് ആ വോട്ട് കൂടി കേടാനാണ്. അത് കിട്ടിയ അപ്പം തന്നെ അത് ഉപേക്ഷിക്കുക. അതിപ്പോൾ വ്യക്തമായല്ലോ. കാരണം അങ്ങനെ ഒരു നിലപാടെടുക്കാൻ അവർക്ക് കഴിയില്ല എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞല്ലോ. ഞങ്ങളിപ്പോൾ നോക്കുമ്പോൾ ഇപ്പോൾ 57 ഏപ്രിൽ 5 അധികാരത്തിൽ വന്നു. പിന്നെ 10 കൊല്ലം കഴിഞ്ഞ് 67 വന്നു. പിന്നെ 80 വന്നു. പിന്നെ 87 വന്നു. അപ്പം അതിൽ ഈ ചെറിയ സമയമാണ് ഞങ്ങൾ ഭരിച്ചിട്ടുള്ളത്. അന്ന് ഞങ്ങൾക്ക് എതിരെയുള്ള വിമർശനം എന്തായിരുന്നു? ഇവർക്ക് ഭരിക്കാനേ അറിയില്ല, സമരം ചെയ്യാനേ അറിയുള്ളൂ. ഇപ്പോൾ ഞങ്ങളൊക്കെ കുറിച്ച് എന്താ പറഞ്ഞത്? ഇവർ തുടർന്ന് ഭരിച്ചാൽ ദുഷിക്കും. നേരത്തെ ഞങ്ങൾക്ക് ഭരിക്കാനറിയില്ല എന്നായിരുന്നു. ഇപ്പം ഇതിൽ ഒരു കാണേണ്ട ഒരു ഭാഗം ജേക്കബ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 57 ആദ്യമായി ഗവൺമെൻറ് വരുമ്പോൾ എല്ലാ വലതുപക്ഷ ശക്തികൾ, സാമ്പത്തിക ശക്തികൾ, സാമുദായിക ശക്തികൾ എല്ലാവരും യോജിച്ചു. അങ്ങനെയാണ് വിമോചന സമരം. നെഹ്റു വലിയ ജനാധിപത്യവാദിയാണെന്ന് ലോകം തന്നെ കണ്ടിരുന്ന അദ്ദേഹമാണ് ആദ്യത്തെ ഭരണഘടനയുടെ ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായ വകുപ്പ് വിനിയോഗിച്ചത്. പിന്നെ ഞങ്ങൾ പിന്നീട് വന്നു, 67 വന്നു, പിന്നെ 80 വന്നു. 79 അടിയന്തരാവസ്ഥ, 77 അടിയന്തരാവസ്ഥ കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഏറ്റവും കനത്ത തിരിച്ചടിയുണ്ടായി. ഇപ്പോൾ 26 സീറ്റ് ഉണ്ടെങ്കിൽ അന്ന് 17 സീറ്റുള്ളൂ. അന്ന് എറണാകുളം വിട്ടാൽ പിന്നെ വാമനം ഒരു സീറ്റുള്ളൂ. മുന്നണിക്ക് 29 സീറ്റുള്ളൂ. കൗതുകകരമായ കാര്യം, എറണാകുളത്ത് നിന്ന് 6 സീറ്റുണ്ട്. 5 സീറ്റ് CPM-നും 1 സീറ്റ് തോപ്പുംപടി ഘടകകക്ഷിക്ക്. പക്ഷേ അതോടുകൂടി പിന്നെ കാരണം ഇന്ത്യയിൽ ആദ്യമായി കോൺഗ്രസിൻ്റെ അധികാര കുത്തക തകർന്നത് 77-ലാണ്. നിയമസഭയിൽ അധികാരം നഷ്ടപ്പെട്ടെങ്കിലും ദേശീയ രാഷ്ട്രീയത്തിൽ അവർ കുത്തക തകരുന്നത് ഈ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പിലാണ്. അപ്പോൾ ഇന്ത്യ ആ നിലപാട് സ്വീകരിച്ചപ്പോഴാണ് കേരളം ഏറ്റവും കുറഞ്ഞ സീറ്റ് അടിയന്തരാവസ്ഥയ്ക്കെതിരെ നിലപാട് സ്വീകരിച്ച് CPM-നും
ഇടതു മുന്നണിക്ക് നൽകിയത്. അപ്പോൾ അതോടുകൂടി ഇത് തീർന്നു എന്ന പ്രചാരവരെയായിരുന്നു. ഞങ്ങൾ പിന്നെ പക്ഷെ പെട്ടെന്ന് 80-ൽ അധികാരത്തിൽ വന്നു. അത് വലതുപക്ഷ ഭിന്നിപ്പിനെ അങ്ങനെ നന്നായി ഉപയോഗിച്ചു. ആൻ്റണി കോൺഗ്രസ് വന്നു, മാണി കോൺഗ്രസ് വന്നു, അറിയാമല്ലോ രാഷ്ട്രീയ അലൈൻമെൻറ്റുകൾ. CPI ഇങ്ങോട്ട് വന്നു. അന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപീകരിക്കപ്പെടുന്നത്. പിന്നെ ഞങ്ങൾക്ക് അപ്പോൾ 2 വർഷം ഒന്നുള്ളൂ. കുറേ പേര് തിരിച്ചു പോയി, കുറച്ച് പേര് തുടർന്ന് വലതുപക്ഷത്ത് വന്നവർ. പിന്നെ 87 വന്നു. അത് ഞങ്ങൾ കാലാവധി പൂർത്തീകരിക്കാതെ അടുത്തെത്തി. പക്ഷേ രാജിവെച്ചു. പിന്നെ രാജീവ് ഗാന്ധിയുടെ മരണം, രാഷ്ട്രീയം മാറി, കുറഞ്ഞ സീറ്റാണ് കിട്ടിയത്. പിന്നെ 96-2001 എത്തിയപ്പോഴാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇത്രയും സ്വാധീനമുള്ള ആദ്യമായി അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയിക്കുന്ന ഒരു ഗവൺമെൻറ്. CPI പിന്നെ കോൺഗ്രസുമായി ചേർന്നെല്ലാം പറയുന്നത്. CPM നയിക്കുന്ന ഒരു മുന്നണി ഗവൺമെൻറ് ആദ്യമായി കാലാവധി പൂർത്തീകരിക്കുന്നത്. ആ ഗവൺമെൻറ്റാണ് ഡെമോക്രാറ്റിക് ഈ ഡീസെൻട്രലൈസേഷൻ്റെയൊക്കെ പുതിയ പരീക്ഷണങ്ങൾ നടത്തി. എന്നാൽ ജനകീയാസൂത്രണം, വ്യക്തിഗത ആനുകൂല്യങ്ങൾ. പക്ഷെ അവസാനമായപ്പോഴേക്കും എല്ലാ വലതുപക്ഷ ശക്തികളും യോജിച്ചു. ബ്യൂറോക്രസി തന്നെ സാമ്പത്തിക പ്രതിസന്ധി മറ്റേതിലേക്ക് എത്തുന്ന രൂപത്തിൽ നിലപാട് സ്വീകരിച്ചു. മീഡിയ മുഴുവൻ എതിരായി വന്നു. ആനുകൂല്യം കിട്ടിയവരിൽ തന്നെ അമ്മത്തെ രീതിയിൽ ഇപ്പോൾ ഒരാൾക്ക് വീട് അറ്റകുറ്റപ്പണിക്കാണെങ്കിൽ മറ്റൊരാൾക്ക് വീട് കിട്ടിയല്ലോ, ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ചിന്തകൾ വളർത്താൻ തുടങ്ങി. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ചരിത്രത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ സീറ്റ് പിന്നെ 2001-ലാണ്. 40 സീറ്റാണ് കിട്ടിയത്. അന്ന് ഇവിടെ ഒരു സീറ്റാണ്, മലപ്പുറത്ത് ഒരു സീറ്റാണ്, എറണാകുളത്തും ഒരു സീറ്റാണ് കിട്ടിയത്. അപ്പോൾ അന്ന് ഒരു ഭരണം ഇല്ലാതിരിക്കാൻ എല്ലാവരും യോജിച്ചു. പിന്നെ ഞങ്ങൾ പക്ഷെ വീണ്ടും 2006 വന്നെങ്കിലും തുടർച്ചയിലേക്ക് എത്തിയില്ല. ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് തുടർച്ചയ്ക്ക് ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. അപ്പം ഞങ്ങൾ കാണാതെ അല്ലെങ്കിൽ വേണ്ടത്ര ശ്രദ്ധിക്കാതെ പോയൊരു ഭാഗം, എപ്പോഴാണോ ഞങ്ങൾ തുടർന്ന ഒരു ഭരണത്തിലേക്ക് എത്തിയത് 21 മുതൽ തന്നെ തുടർച്ചയില്ലാതിരിക്കാനുള്ള ഏകോപനം വന്നിരുന്നു. അതുകൊണ്ട് അവർ സത്യപ്രതിജ്ഞയാണെങ്കിൽ പോലും പങ്കെടുത്തില്ല. ക്രിയാത്മക പ്രതിപക്ഷം എന്ന് പ്രകീർത്തിക്കുകയും ചെയ്യും, അതിൽ പോലും അവർ പങ്കെടുത്തില്ല. അങ്ങനെ തുടർച്ചയായിട്ട് എല്ലാ ഘട്ടത്തിലും അത് തന്നെയാണ് സംഭവിച്ചത്. എല്ലാം ജാതി മത സാമുദായിക. ഇപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് എന്താണ് ചെയ്യാതിരുന്നത്? ഇപ്പോൾ JB കോശി കമ്മീഷൻ നോക്കും, അതിനകത്ത് മിക്കവാറും കാര്യങ്ങൾ നടപ്പിലാക്കി. പക്ഷെ നടപ്പിലാക്കുമ്പോൾ തുടർച്ചയായി പ്രചരിപ്പിക്കുകയും ചിലപ്പോൾ കുറവുകളുണ്ടായിട്ടുണ്ടാവും. പിന്നെ ഇപ്പോൾ മുസ്ലിം വിഭാഗത്ത് നോക്കിയുള്ളൂ, ഈ പറയുന്ന നുണപ്രചാരം വരെ അല്ലാതെ ബാക്കി എല്ലാ തലങ്ങളിലും ഇടപെട്ടുകൊണ്ടേയിരുന്നു. മതനിരപേക്ഷ നിലപാട് നിയമസഭയ്ക്കകത്ത്, പുറത്ത്, കോടതിയിൽ, ഫെഡറലിസത്തിന് വേണ്ടി നിലപാട് എല്ലാം ഞങ്ങളെ സ്വീകരിച്ചുകൊണ്ടിരുന്നത് ഇന്ത്യയിൽ വിട്ടുവീഴ്ചയില്ലാതെ. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരും ഇനിയൊരു തുടർച്ച വന്നാൽ പിന്നെ BJP ശക്തിപ്പെടും. ഈ പ്രചാരവേല അവരാണ് നടത്തിയത്. 2 പ്രചാരവേല ഇവർ നടത്തി. UDF തോറ്റാൽ BJP ശക്തിപ്പെടും. ഇവരും BJPയും ധാരണയുണ്ടാക്കുന്നു. മതന്യൂനപക്ഷങ്ങൾ. അപ്പോൾ ഞങ്ങൾക്ക് തുടർച്ചയിൽ മതനിരപേക്ഷവാദികളുടെ ഒരു പിന്തുണ ഉണ്ടായിരുന്നു. പിണറായി വിജയൻ എന്ന വ്യക്തിക്കുണ്ടായിരുന്നു, പാർട്ടിക്കുണ്ടായിരുന്നു, മുന്നണിക്കുണ്ടായിരുന്നു. അത് തകർക്കാമെന്നാണ് അവരുടെ ടാർഗറ്റ് ഉണ്ടായിരുന്നത്. അത് ഈ നരേറ്റീവുകൾ വഴി കുറേ വിജയിച്ചിട്ടുണ്ട്. അത് മതനിരപേക്ഷ വോട്ടുകളിൽ അത് പ്രതിഫലിക്കുന്നുണ്ട്. അപ്പോൾ ഈ വലതുപക്ഷ ശക്തികളുടെ ഏകോപനം അത് പ്രധാനപ്പെട്ടതാണ്. കേരളത്തിൽ ഇപ്പോൾ തുടർച്ചയായിട്ട് ഈ ഇതെല്ലാം വന്നെങ്കിലും ഒരു ഇടതുപക്ഷത്തിന് നല്ല സ്വാധീനമുണ്ട്, ഭരണത്തിലുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും. പക്ഷെ പൊതുബോധത്തിൽ ഇപ്പോഴും വലതുപക്ഷത്തിനുള്ള ആ സ്വാധീനത്തെ മറികടക്കാൻ പറ്റിയിട്ടില്ല. ഞാനത് എന്നെ സംബന്ധിച്ചാണ് പ്രശ്നം. ഭരണം പോയി എന്നുള്ളതല്ല പ്രശ്നം. CPM-ഉം ഇടതുപക്ഷ രാഷ്ട്രീയവും 2 കഥകളാണ്. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പലതരത്തിൽ, അതായത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിനുള്ള സ്വീകാര്യതയുടെ കുറവ് ഒന്ന് എന്നുള്ളത്. 2, വളരെ എളുപ്പം ഇടതുപക്ഷത്തിനുള്ള കഥകൾ കുറച്ച് നിങ്ങൾ കൂടി സംഭാവന ചെയ്തിട്ടുണ്ടെന്നുള്ളത് പാർട്ടിയിൽ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. അതിന് വളരെ പെട്ടെന്ന് അംഗീകാരം കിട്ടുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം, രാഷ്ട്രീയ അന്തരീക്ഷം, ഇതാണ് നിങ്ങളിപ്പം നേരിടുന്ന മൂർത്ത യാഥാർത്ഥ്യം. രാജീവ് നേരത്തെ പറഞ്ഞതുപോലെ ആ ടേം ഉപയോഗിച്ചാൽ ഇതാണ് നമ്മുടെ മൂർത്തമായ സാഹചര്യം എന്നുള്ളത്. ഇതിനെ മുറിച്ച് കടക്കാനുള്ള എനിക്ക് നിങ്ങൾ 37-ലൊക്കെ നിൽക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോഴെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പോഴും കേരളത്തിൽ ഈ പറഞ്ഞ വലതുപക്ഷ ഭിന്നിപ്പുകളാണ് ഞങ്ങളെപ്പോഴും ഉപയോഗിച്ച് കയറിയിട്ടില്ലെങ്കിലും ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം അത് രാഷ്ട്രീയത്തിലും സാമൂഹ്യ മണ്ഡലത്തിലും സാംസ്കാരിക മണ്ഡലത്തിലും. ഈ ഫെലോ ട്രാവലേഴ്സിൻ്റെ കാര്യം അത് ഞാൻ ഇപ്പോൾ സാംസ്കാരിക മേഖല നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പല പ്രതികരണങ്ങൾ അതിന് ഞങ്ങൾക്കെതിരെ ഉപയോഗപ്പെടുത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതിൽ ഇപ്പം ഞങ്ങൾ അവരൊന്ന് കേൾക്കുന്നുണ്ട്, ഒരു അഭിപ്രായ പ്രകടനം നടത്തി അത് ഞങ്ങളുടെ തോൽവിക്ക് ചെറുതായിട്ടായാലും വലുതായിട്ടായാലും സംഭാവന ചെയ്തു എന്നതുകൊണ്ട് അവർ നേരെ ശത്രുവായി എന്ന് ഞങ്ങൾ കാണുന്നില്ല. അപ്പോൾ അവരൊക്കെ സംസാരിക്കാൻ തന്നെയാണ് ഞങ്ങളിപ്പോൾ
സംസാരിക്കുന്നുണ്ട്, ഏത് പ്രശ്നത്തിലാണ്. ഇപ്പം അവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് പലർക്കും. ഇത് അങ്ങനെ ഇവർ ഈ പറഞ്ഞ ആള് ഞങ്ങൾ ഇങ്ങനെയാണ്. ചില സാംസ്കാരിക നായകന്മാരും പ്രവർത്തകരൊക്കെ ചിലർക്ക് പൊളിറ്റിക്സ് ഉണ്ട്. ഇപ്പം നോക്കൂ, ഇടതുപക്ഷത്തിൻ്റെ ഭരണത്തിൽ സാഹിത്യ അക്കാദമിയുടെ അല്ലെങ്കിൽ സംഗീത നാടക അക്കാദമി, സിനിമ, ഇതിൻ്റെയൊക്കെ അവാർഡുകൾക്ക് എപ്പോഴും രാഷ്ട്രീയ നിലപാട് നോക്കിയിട്ടുണ്ട്. ഞങ്ങളെ കടുത്ത വിമർശനം നടത്തുന്ന രൂഢമൂലമായിട്ട് ഒരു ഇടതുപക്ഷ വിരുദ്ധ നിലപാടിൻ്റെ എപ്പോഴും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പോലും ഗവൺമെൻറ് ആയിരുന്നു ഇടപെട്ടിരുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള അങ്ങനെയുള്ള ചില ആളുകളുണ്ട്, അവർക്ക് അഭിപ്രായം തന്നെയായിരിക്കും. പക്ഷെ ഞങ്ങളോട് സഹകരിക്കുകയും ഞങ്ങളുടെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് കുറെ കൂടി ഊർജം പകരുകയും ചെയ്തിരുന്ന സാംസ്കാരിക പ്രവർത്തകരുണ്ട്. അവരും ചില പ്രതികരണങ്ങൾ അത് നടത്തിയിട്ടുണ്ട്. അവർ ഉറക്കെ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നു, പക്ഷെ അത് അവർ ഇപ്പൊ പറയാണ്ടായിട്ടുണ്ട്. ഇപ്പൊ അവർ നിശബ്ദമായി. നമ്മൾ നോക്കിക്കഴിഞ്ഞു, ബംഗാളിൽ മഴവിൽ സഖ്യം വിശാലമായിട്ട് ഉണ്ടാക്കിയിരുന്നു, എല്ലാവരും ഉണ്ടായി. മഹാശ്വേത ദേവിയെ പോലെ ലോകം ആദരിക്കുമ്പോൾ സാഹിത്യകാരി അതിൻ്റെ മുൻപിലേക്ക് വന്നു. അപ്പോൾ അവരൊക്കെ കരുതിയത് ഈ ഇടതുപക്ഷം ഇങ്ങനെ തുടർച്ചയായി ഭരിച്ച ഓരോ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, ഈ പ്രചാരവേലകളിലൊക്കെ അവരും വന്നു, അപ്പോൾ ഒരു തവണ അങ്ങ് മാറിയത് നന്നായിരിക്കും എന്ന് കരുതി. ഇപ്പം അതിനുശേഷം ഏത് മുന്നണിയാണ് മഴവിൽ സഖ്യം ഉണ്ടാക്കിയിട്ട് വീണ്ടും വരെ കൊണ്ടുവരേണ്ട നിലപാടിലേക്ക് എത്തിയത്? ഇടതുപക്ഷം പതുക്കെ വിശ്വാസം വേണ്ടി ഞങ്ങൾക്ക് കുറവുകളുണ്ടായി, അത് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അല്ലാതെ ഈ സഖ്യം ഇവരെ നന്നാക്കാൻ ശ്രമിച്ചു കൊണ്ടുവന്നവർ അധികാരത്തിലേക്ക് വരുന്നുണ്ടോ? ഇല്ലല്ലോ, അതിനുവേണ്ടി ശ്രമിക്കുന്നില്ലല്ലോ. അത് അപ്പോൾ അങ്ങനെയുള്ള ആളുകളും ഈ ഇപ്പം കേരളത്തിൽ തന്നെ ഇത്തരം നിലപാട് സ്വീകരിച്ച് ചിലരിപ്പോൾ തുറന്നു പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയല്ലല്ലോ, എത്ര വേഗം മാറിയിരിക്കുന്നു. കടുത്ത UDF വേണ്ടി പ്രചാരവേല സാമൂഹ്യ മാധ്യമങ്ങൾ നടത്തിയ പലരും ഇപ്പോൾ മാറ്റി പറയാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ശ്രദ്ധാപൂർവം ഇവരൊക്കെയായിട്ട് ആശയവിനിമയം നടത്തുക, തുറന്ന ചർച്ചകൾ നടത്തുക. പിന്നെ പുതുതലമുറയുടെ ആസ്പിരേഷൻസ് യഥാർത്ഥത്തിൽ ഞങ്ങൾ കണ്ടത് കഴിഞ്ഞ 10 വർഷം എടുത്തു കഴിഞ്ഞാൽ പുതുതലമുറയ്ക്ക് എന്താ വേണ്ടത്? വ്യവസായങ്ങൾ വേണം, തൊഴിൽ വേണം. ഇപ്പോൾ കേരളം ഇന്ത്യയിലെ വ്യവസായ സൗഹൃദത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കിയല്ലോ. അതുപോലെ നിരവധി നിക്ഷേപങ്ങൾ വന്നു കേരളത്തിൽ, പുതിയ സാധ്യതകളുണ്ടായി. ഇതൊക്കെ വരുമ്പോഴും ഇത് വെറുതെ പറയുന്നതാണ് എന്നുള്ള പ്രചാരവേലയാണ് മറുവശം കൊണ്ടുവരാൻ ശ്രമിച്ചത്. അപ്പം അതിൽ ആ യുവത്വം യഥാർത്ഥത്തിൽ ഒരു അനുകൂല നിലപാടാണ് സ്വീകരിക്കേണ്ടിയിരുന്നത്. പക്ഷെ അതും മറ്റ് പ്രതീക്ഷകളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെ? പുതിയ തലമുറ ഇപ്പോൾ അവരുടെ സംവേദന രീതി, ഇപ്പോൾ നമ്മൾ പറയുന്ന ഭാഷയായിരിക്കും എല്ലാവർക്കും പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓരോ സാഹചര്യത്തിലും നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് വേണ്ടിയുള്ളതാണ്. പക്ഷെ ആശയം നമ്മൾ മാറ്റുന്നില്ല, അവതരിപ്പിക്കുന്ന രീതി മാറിയെന്ന് വരും. ഇവരുടെ കാര്യത്തിൽ നമ്മളുടെ പുതിയ ഭാഷകളായിരിക്കും. ഇപ്പോൾ ചായ, നമ്മൾ ടീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചായ കുടിക്കണമെന്നായിരിക്കും ചോദിക്കുക. അവർ ചോദിക്കുമ്പോൾ ഗോസിപ്പ് ഉണ്ടോയെന്നാണ് എൻ്റെ അർത്ഥം. പല ഭാഷകളിലും പലതിലിങ്ങനെ വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ അവരുടെ ആശയ രീതികൾ, സംവേദന രീതികൾ, ഇതെല്ലാം മാറ്റം വന്നിരിക്കുന്നു. അപ്പോൾ അവരിലേക്ക് എങ്ങനെ എത്താൻ പറ്റും? എനിക്ക് തോന്നുന്നു ഞങ്ങൾ അത്തരത്തിൽ. പിന്നെ നമുക്ക് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കിയിട്ട് നമ്മളെല്ലാം ഇടപെടാം. ഇപ്പം അതൊരു ആവശ്യമില്ലാത്തതായി മാറിയിരിക്കുന്നു. നിങ്ങൾ നുണ പറഞ്ഞാലും സമർത്ഥമായി പറയുന്നുണ്ടോ? സത്യമാണെന്ന് രൂപത്തിൽ പറയുന്നുണ്ടോ? ആധികാരികമായി അവതരിപ്പിക്കാനുള്ള വാക്ചാതുര്യം ഉണ്ടോ? അതിന് പറ്റുന്ന ശരീരഭാഷയുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് നുണ തന്നെ പറഞ്ഞു പേടിപ്പിക്കുന്നുണ്ടോ? അതിന് കിട്ടുന്ന ആക്സെപ്റ്റൻസ് ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെ പഴയ പ്രസിഡന്റിനെതിരെ ആരോപണം ഉണ്ടായിക്കഴിഞ്ഞപ്പം നിങ്ങൾക്ക് കൺസെൻറ്റ് ഉണ്ടെങ്കിൽ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിന് എത്ര സ്ത്രീകളെ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള കഥ എത്ര പെട്ടെന്നാണ് കേരളത്തിൽ വിൽക്കപ്പെട്ടത്. അതിന് കിട്ടുന്ന ആക്സെപ്റ്റൻസ് ഈ നിങ്ങൾക്കതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റത്തില്ലായിരിക്കും. നിങ്ങളത് ആ അന്തരീക്ഷം പേടിപ്പിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു പ്രചാര രീതിയുടേതാണല്ലോ. ഇപ്പോൾ നുണയാണെങ്കിലും അതിപ്പോൾ ഞങ്ങൾ ഒരു കേരളത്തിലിപ്പോൾ പിണറായി വിജയൻ ആർഭാടത്തിന് വേണ്ടി ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നു. ഇപ്പോൾ നോക്കൂ, അത് പോലീസിന് വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററാണ്. ഇന്നിപ്പോൾ മന്ത്രിമാരും പോകുന്നു, മുഖ്യമന്ത്രിയും പോകുന്നു. അതിൻ്റെ പടം അവരിടുമ്പോൾ ആഘോഷിക്കുകയും ചെയ്യുന്നു. ഇതേ ഇതിൽ തന്നെ നമ്മൾ ഹൃദയം കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇതുപോലെ കൊണ്ടുപോയത്, ആദ്യം വേറെ ഇതെടുത്ത് അന്നത്തെ പ്രതിപക്ഷ നേതാവിനും കൂടിയാണ് കൊണ്ടുപോയത്. അപ്പോൾ അതെല്ലാം തെറ്റ്. ഇത് വളരെ നന്നായി അവർ ഭരണം കൊണ്ടുപോകുന്നു. കാരണം ഹെലികോപ്റ്ററല്ലേ പറന്നെത്തിയത്. ഇങ്ങനെ ഒരു നരേറ്റീവിന് വേണ്ടി ശ്രമമുണ്ട്. പക്ഷെ അത് അധികകാലം ജനങ്ങളെല്ലാം മനസ്സിലാക്കുമെന്ന് പഴയ പോലെ പറയാൻ പറ്റില്ല. അവരുടെ മുൻപിൽ വരുമ്പോൾ ആളുകളെല്ലാം കാണുന്നുണ്ട് എന്ന് പറയും. ശരിക്കും അവർ മനസ്സിലാക്കുമല്ലോ. എന്ന് വെച്ചാൽ ജനങ്ങളെ നമ്മൾ കൂടുതൽ ബഹുമാനിക്കാൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ജനങ്ങളെല്ലാം കാണുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ജനങ്ങൾ കാണിക്കുന്നതേ കാണൂ എന്നുള്ളതാണ് അതിന്റെ മറുപടി ആളുകൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. എല്ലാം കറക്റ്റാണ്. നമ്മളൊരു നെഗറ്റീവ് വന്നാൽ അതിന്റെ കൗണ്ടർ നെഗറ്റീവ് പെട്ടെന്ന് വന്നില്ലെങ്കിൽ തുടർച്ചയായി വരുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും വിശ്വസിക്കുക.
അതൊരു ഇതാണ്. അപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യുമ്പോൾ ഈ പ്രശ്നമുണ്ട്. ഇത് ഡീകൺസ്ട്രക്ട് ചെയ്യാന്ന് പറയില്ലേ, അപനിർമ്മിക്കണേ, ഇപ്പോൾ കടുപ്പുള്ള വാക്കാണെന്ന് പറയുമെന്ന് അറിയില്ല. അത് നുണയല്ല എന്ന് സ്ഥാപിച്ചെടുക്കണമെങ്കിൽ വസ്തുതകൾ നിരത്തി വയ്ക്കണമല്ലോ. ഇത് നിരത്തി വയ്ക്കേണ്ടി വരും. ഇതിങ്ങനെയല്ല, അതെങ്ങനെയാണ്. അപ്പോഴേക്കൊരു 100 നുണ. ഞാൻ സാധാരണ പണ്ട് ഈ പ്രഭാഷണങ്ങൾ പറയാറുണ്ട്, പണ്ട് പറയുമല്ലോ, സത്യം ചെരുപ്പ് ധരിക്കുമ്പോഴേക്കും നുണ ലോകം ചുറ്റി വരുന്നു. ഇപ്പോൾ സത്യം സോക്സ് അന്വേഷിക്കുമ്പോഴേക്കും നുണ ഒരു 1000 റൗണ്ട് ചുറ്റും. പോകുന്ന നുണയല്ല തിരിച്ചു വരാം, വഴിക്കൊക്കെ പ്രസവിച്ച് പുതിയ പുതിയ നുണകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കടുപ്പമുള്ള ഒരു പ്രവർത്തനമായി പ്രചരണ രീതി മാറുന്നുണ്ട്, പ്രൊപ്പഗൻഡ മിഷണറി. അപ്പോൾ അതിൽ ഞങ്ങളും പുതിയ രൂപങ്ങൾ, വസ്തുതകൾ എത്തിക്കുക, നുണകൾ വേണമെന്നില്ല, അതിന് സ്വീകരിക്കേണ്ടി വരും. കുറച്ചുകൂടി അഗ്രസീവായിട്ടുള്ള ഒരു പ്രൊപ്പഗൻഡ മിഷണറി ആവശ്യമായിട്ട് വരും. ടാർഗറ്റഡ് ആയിട്ട് ഓരോരുത്തരിലേക്കും അവരുടെ ഭാഷാ രീതികൾ അനുസരിച്ച് എത്തിക്കുക. അതിനത് ഞങ്ങൾ കുറച്ച് ഇടപെടേണ്ടി വരും. അതിന് പാർട്ടി സ്ട്രക്ചർ അതിനനുവദിക്കുമോ? കാരണം നിങ്ങളുടേത് വളരെ റെഗുലറായിട്ടുള്ള ഒരു പാർട്ടി സ്ട്രക്ചറാണ്. അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഈ പറയുന്ന പോലെ ദേശാഭിമാനി എന്ന് പറയുന്നത് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് കീഴെ പ്രവർത്തിക്കുന്ന വളരെ ഓൾമോസ്റ്റ് റിജിഡായിട്ടുള്ള, ഇതാണെങ്കിലാണെങ്കിൽ ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കഥകളുടെ ഒരു ലോകം. എത്രത്തോളം നിങ്ങൾ ഫ്ലെക്സിബിൾ ആവും? അത് കുറച്ച് ഈ കാലത്തിനനുസരിച്ച് മാറ്റം വേണ്ടി വരും. ഒരു പ്രശ്നം ഞങ്ങൾ കണ്ടിട്ടുള്ളത്, ഇപ്പോൾ ഒരു ഇഷ്യൂ വന്നു, ഇപ്പം ഞങ്ങൾ കൂട്ടായി ചർച്ച ചെയ്ത് അത് ഏത് നിലപാട് വേണം എന്ന് കളക്റ്റീവായിട്ട് തീരുമാനിച്ച് വരുമ്പോഴേക്കും പുതിയ 10 പ്രശ്നം വന്നിട്ടുണ്ടോ, ഈ പ്രശ്നം മാറി അതിൻ്റെ രാഷ്ട്രീയം ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടോ. അപ്പോൾ തന്നെ പ്രതികരണങ്ങൾ ആവശ്യമായിട്ട് വരും. ആ പ്രതികരണങ്ങൾ ഇപ്പോൾ കൂട്ടായി ചർച്ച ചെയ്യാൻ സൗകര്യങ്ങളുണ്ട്, വെർച്വലായിട്ട് നമുക്ക് ആലോചിക്കാവുന്ന സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഓരോ പ്രശ്നത്തിലും അതാത് സമയത്ത് തന്നെ നിലപാട് വ്യക്തമാക്കണം. അങ്ങനെ നിലപാട് വന്നാലുണ്ടെന്ന് വെച്ചാൽ ഞങ്ങളുടെ ആശയങ്ങളുമായി ചേർന്ന് വിൽക്കുന്ന സൈബർ രംഗത്തുള്ള ആളുകളും അവരവരുടെ അഭിപ്രായങ്ങൾ പാർട്ടിയുടെ അഭിപ്രായങ്ങളായിട്ട് അവതരിപ്പിക്കില്ല. അവർ ചിലപ്പോൾ ഒരു നിലപാട് വരാൻ വൈകുന്നുകൊണ്ടായിരിക്കും ഓരോരുത്തരും അവരവരുടെ മനോഗതവും കാഴ്ചപ്പാടനുസരിച്ചുള്ള അഭിപ്രായങ്ങളിലേക്ക് എത്തുക. അപ്പോൾ അതിൽ പറഞ്ഞൊരു കുറച്ചുകൂടി ഫ്ലെക്സിബിലിറ്റി ആവശ്യമായിട്ട് വരും നമ്മുടെ പ്രവർത്തന രീതികളിൽ. ഇത്തരത്തിൽ നേരത്തെ പറഞ്ഞല്ലോ, ഡെമോക്രാറ്റിക് സെൻട്രലിസം വരുന്നു, അതിൽ തുറന്ന ചർച്ചകളുടേത്, തീരുമാനങ്ങൾ എടുക്കുന്നത് അതിന് തന്നെ അതിവേഗതയിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തീരുമാനം പാർട്ടിയുടെ പൊതുബോധമാക്കി മാറ്റുക. അങ്ങനെ പൊതുബോധമായി മാറുന്നൊരു പാർട്ടി സമൂഹത്തിൻ്റെ പൊതുബോധ രൂപീകരണത്തിൽ ഇടപെടുക. അതിന് കുറേ കൂടി ഫ്ലെക്സിബിളും വൈബ്രൻറ്റുമായിട്ട് ഞങ്ങൾ മാറേണ്ടതുണ്ട്. അതാണ് ഞങ്ങൾ കണ്ട സംഘടനാപരമായിട്ടുള്ള ദൗർബല്യങ്ങൾ. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പാർട്ടി മെമ്പർഷിപ്പിൽ 50% 15-ന് ശേഷം വന്നവരാണ്. അപ്പോൾ പകുതിയിലധികം പാർട്ടി അംഗസംഖ്യ ഭരണത്തെ മാത്രം കണ്ടിട്ടുള്ളവരാണ്, പ്രതിപക്ഷത്തിന് അനുഭവമില്ലാത്തവരാണ്. ഏകദേശം 90% 99-ന് ശേഷം വന്നവരാണ്. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം വന്നിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാർട്ടി സംവിധാന അംഗത്വം, പാർട്ടി ശരീരം അങ്ങനെയാണ്. അപ്പോൾ അതിലേക്ക് ഇത്തരം കാര്യങ്ങൾ എത്തിക്കുക, അതിന് കുറച്ചുകൂടി ഞങ്ങളിപ്പോൾ അതാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ അതിൻ്റെ ഇന്ന രൂപങ്ങളെന്ന് പറയുന്നില്ല. എക്സ്റ്റെൻഡഡ് കമ്മിറ്റി പ്രധാനമായിട്ട്, കാരണം ഞങ്ങളുടെ റിവ്യൂവിൻ്റെ ആ പ്രോസസ്സ് ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പോൾ വീണ്ടും എന്തുകൊണ്ട് തോറ്റെന്ന് പത്രങ്ങൾക്ക് ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കേണ്ടി വരും. അത് അവരുടെ ബോധപൂർവ്വം തന്നെയാണ്. ഞങ്ങളുടെ ആ പ്രോസസ്സ് ഏകദേശം പൂർത്തീകരിച്ചിട്ട് കേന്ദ്ര കമ്മിറ്റി കൂടി കഴിഞ്ഞാൽ അതിൻ്റെ ഫൈനൽ രൂപത്തിലേക്ക് എത്തും. ഇനി ഞങ്ങൾ എങ്ങനെ പോകണം, അതാണ് ഞങ്ങൾ ഈ എക്സ്റ്റെൻഡഡ് കമ്മിറ്റി. ഞങ്ങളുടെ സംഘടനാ രൂപങ്ങൾ, പ്രവർത്തന രൂപങ്ങൾ, പ്രചരണ രൂപങ്ങൾ, ഞങ്ങളുമായി ബന്ധമുള്ള വർഗബഹുജന സംഘടനകളുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കണം. അത് പാർട്ടി മുകളിൽ നിന്ന് കെട്ടിപ്പടുക്കുമ്പോൾ വർഗബഹുജന സംഘടന താഴെ നിന്ന് കെട്ടിപ്പടുക്കും. അതിൻ്റെ ജനാധിപത്യത്തിൻ്റെ രൂപം വ്യത്യസ്തമാണ്. അത് കുറേ കൂടി സ്വതന്ത്രമായി എങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും. 57-ലെ ഗവൺമെൻറ് 59-ൽ പിരിച്ചുവിട്ടപ്പോൾ ഇതിൽ നിന്ന് എന്ത് പാഠം ഉൾക്കൊള്ളണം. അപ്പോൾ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റിൻ്റെ ഓർമ്മക്കുറിപ്പിൽ EMS പറയുന്നുണ്ട്, കേരള പരീക്ഷണം എന്തെങ്കിലും ഒരു പാഠം നൽകിയിട്ടുണ്ടെങ്കിൽ അതിതാണ്: പാർലമെൻ്ററി സമരരൂപം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും ഭൂരിപക്ഷം കിട്ടിയാൽ ഭരണം നടത്തുന്നതുമായ പാർലമെൻ്ററിപര സമരത്തിന് വിധേയമായിട്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ 1000 രൂപ കിട്ടി, ആ കിട്ടിയവർക്ക് ഞങ്ങളുടെ ഒരു അവകാശത്തിൻ്റെ പോരാട്ടത്തിൻ്റെ ഭാഗമായി ലഭിക്കുന്നതാണെന്ന് ബോധം, അല്ലെങ്കിൽ സമരവും ഭരണവും. അതിൽ ഇപ്പോഴും ആ പരിമിതി യഥാർത്ഥത്തിലുണ്ട്. ഭരണം സമരം ഇത് ഒന്നിച്ചു കൊണ്ടുപോകുമ്പോൾ ഈ 2 രൂപങ്ങൾ എങ്ങനെ ഉപയോഗിക്കാം, അതിൽ ഇനിയും കുറേ കൂടി ഞങ്ങൾ ഇടപെടേണ്ടതുണ്ട്. സമരത്തിൻ്റെ രൂപങ്ങളിൽ പോലും ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ സാധാരണയിൽ കാണുന്നത് രാജീവൊക്കെ ഭയങ്കരമായിട്ട് തല്ലുമേടിച്ച ആൾക്കാരാണ്. അങ്ങനെയുള്ള തെരുവിലെ സമരങ്ങൾ അത് മാത്രമായിട്ട് മാറുമോ? സമരങ്ങളും, കാരണം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ കാര്യങ്ങൾ മനുഷ്യരെ ബോധിപ്പിക്കുക, അവരെ
പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം നീറ്റ് പരീക്ഷയുടെ വ്യത്യസ്തത ഓരോ ഇപ്പോൾ 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഓരോ കുട്ടിയുടെ വീടും അതിനകത്തൊരു നീറ്റലുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലതരത്തിൽ ഒന്ന് നീറ്റ് പരീക്ഷയുടെ ഒന്ന്, പിന്നെ +2-ൻ്റെ റീ എക്സാമിനേഷൻ വാല്യുവേഷൻ്റെ പ്രശ്നത്തിലൊന്ന്, പിന്നെ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിനേഷൻ്റെ പ്രശ്നം ഒന്ന്. ഇത് ഈ കുട്ടികൾ തെരുവിൽ വരണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ വരണമെന്നില്ല. പക്ഷേ അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ ഒരു കൂട്ടർ ഉണ്ട് എന്ന് അവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള മെച്ചപ്പെട്ട കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജികൾ കൂടി ഉണ്ടാക്കേണ്ടി വരില്ലേ? ഈ സ്റ്റേക്ക് ഓരോ പ്രശ്നത്തിൻ്റെയും അനുഭവിക്കുന്ന ജനവിഭാഗത്തെ എങ്ങനെ കൊണ്ടുപോകും, അതാണ് യഥാർത്ഥത്തിൽ ഈ വർഗ ബഹുജന സംഘടനകൾ പ്രവർത്തന രീതിയായിട്ട് കണ്ടിരുന്നത്. അത് ശരിക്കും അതിനകത്ത് വേണ്ടത്ര വിജയിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ശരി. ഇപ്പോൾ ജേക്കബ് പറഞ്ഞ കറക്റ്റാണ്. ഇപ്പോൾ നീറ്റ് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എമർജിങ് മിഡിൽ ക്ലാസ് വളരെ ശക്തമാണ്. കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ 99 ശേഷം എമർജിങ് മിഡിൽ ക്ലാസ് ഒരു പുസ്തകം തന്നെയുണ്ട്, എമർജിങ് മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ കേരളത്തിൽ അതിൻ്റെ വളർച്ച കൂടുതലാണ്. കേരളമാണ് അതിവേഗം നഗരവൽക്കരണം നടക്കുന്ന ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനം കേരളമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ ഇത്തരത്തിലുള്ള വിഭാഗങ്ങൾ ഇപ്പോൾ ഏത് കുടുംബത്തിലാണെങ്കിലും ഈ നീറ്റ് എഴുതുന്ന കുട്ടികളുണ്ടാവും. ഏത് മിഡിൽ ക്ലാസ് തന്നെ ആകണമെന്നില്ല, സാധാരണ ഉണ്ടാവും. അപ്പോൾ അവരിപ്പോൾ പ്രവേശനം കിട്ടി സന്തോഷിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് റദ്ദാക്കുന്നത്. അതുണ്ടാക്കുന്ന ആഘാതം എത്ര വലുതായിരിക്കും. അതുപോലെ CBSE കുട്ടികളുടെ വലിയ നമ്പർ ഉണ്ടല്ലോ. ഇനിയിപ്പോൾ നോക്കൂ, ഇപ്പോൾ ഈ തൊഴിലുറപ്പ് തെലങ്കാന ഗവൺമെൻറ് സുപ്രീം കോടതി പോകണമെന്നാണ് കണ്ടത്. ഇവരതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല. അത് നമ്മുടെ മാധ്യമങ്ങളിലൊന്നും ഒരു വാർത്തയല്ല. അത് അനുഭവിക്കുന്ന ആളുകൾ അവർ യഥാർത്ഥത്തിൽ ഒരു വലിയ ആശ്വാസം നൽകിയ പദ്ധതിയായിരുന്നു. അപ്പം അതിൻ്റെ ഗുണം അനുഭവിക്കുന്ന ആളുകളുണ്ട്. ഇനി പിന്നെ നോക്ക്, നമ്മളിപ്പോൾ 1000 രൂപ വെച്ച് കൊടുത്തിരിക്കുന്ന പദ്ധതിയാണ്. ഇനി അതെല്ലാം പോയിട്ട് ഒരു വിശ്വാസി അമ്പലത്തിൽ പോകുന്നു. ഈ കിട്ടിയതെന്ന് ചിലപ്പോൾ ചിലർ അന്ന് കിട്ടിയത് മുഴുവൻ ദൈവത്തിന് സമർപ്പിക്കും. അത് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ നിന്ന് ഉള്ളത് പെറുക്കി കൂട്ടി അയോധ്യയിലേക്ക് ശ്രീരാമൻ ദർശനത്തിന് പോകുന്ന ആളുകളുടെ എണ്ണപ്പുണ്ട്. അവർ കൊണ്ടിട്ടുന്ന കാണിക്ക് മുഴുവൻ കൊള്ളയടിച്ച് പോയില്ലേ. ഇവിടെ ഇപ്പോൾ ശബരിമല ഗൗരവമായ പ്രശ്നം പോലെ അത് സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പ്രശ്നമാണ്. ഗവൺമെൻറ് അന്വേഷിക്കുന്നു, കോടതി നോക്കുന്നു, ആയിക്കോട്ടെ. ഇതൊരു വിശ്വാസി വിശ്വാസപൂർവ്വം സമർപ്പിക്കുന്ന എല്ലാ സാധനങ്ങളും അടിച്ചു കൊണ്ടുപോയേക്കല്ലേ. യഥാർത്ഥത്തിൽ വിശ്വാസ സമൂഹത്തിനുണ്ടാക്കുന്ന ആഘാതത്തോടുള്ളതായിരിക്കും. ഇപ്പം അങ്ങോട്ടുള്ള ഒഴുക്ക് കുറഞ്ഞു എന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. ഇപ്പം അവർ ചെയ്യുമ്പോൾ എന്താ, ഇതിൽ അന്വേഷണമൊക്കെ നടത്തിയിട്ട് ഞങ്ങളിതാ ദൈവത്തെ രക്ഷിക്കുന്നവരാണ് എന്ന് പറിച്ച് UP ഇലക്ഷൻ വോട്ട് കിട്ടാൻ പറ്റുമെന്ന് അവർ നോക്കുന്നത്. പക്ഷേ നേരത്തെയുള്ള നരേറ്റീവ് എന്തായിരുന്നു, ഇവർ വിശ്വാസികളല്ല. ഈ വിശ്വാസികളല്ലാത്തവരുടെ ക്ഷേത്രം ഭരിക്കുന്നതുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്നത്. വിശ്വാസിയാണെങ്കിലോ ഒരു ഭയം ഉണ്ടാവുമല്ലോ. ദൈവത്തിൻ്റെ സ്ഥാനം തൊട്ടാൽ നമുക്ക് കുടുംബത്തിനും നമുക്കും ഇതുണ്ടാവും, ദൈവകോപം ഉണ്ടാവും എന്നൊരു ഇതുണ്ടാവും. അത് ഇവർക്കില്ല. അതില്ലാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം എന്നാണ് പറഞ്ഞിരുന്നത്. യഥാർത്ഥത്തിൽ നമ്മളിത് ഏൽപ്പിക്കുന്നത് നല്ലൊരു പങ്ക് അങ്ങനെയുള്ളവർ തന്നെ. പക്ഷെ ചെറിയ പ്രശ്നമാകാം, വലുതാകാം. മറ്റത് വിശ്വാസികൾക്ക് മാത്രമേ പറ്റൂ എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിച്ച ഒന്നാണ് ശ്രീരാമൻ എന്നുള്ളത്. ആ ശ്രീരാമൻ്റെ പേരിൽ കോടതി ഇടപെട്ടിട്ടാണ് അവിടെ ക്ഷേത്രം പണിയുന്നത്. കോടതി ഇടപെട്ടിട്ട് ട്രസ്റ്റാണ് സുപ്രീം കോടതി നിശബ്ദമാണ്. അപ്പോൾ അത്രയും ഗൗരവമായ പ്രശ്നം. ഈ കാണിക്ക് മുഴുവൻ എടുത്തു പോയിട്ട് ഒരു ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് 50 കോടിയുടെ സ്ഥലവും വീടും വാങ്ങി എന്നൊക്കെ പറയുന്നത് എത്ര ചെറിയ വാർത്തയാണ്. അപ്പോൾ ഈ വിശ്വാസ സമൂഹം അറിയണ്ടേ. അപ്പോൾ ഞങ്ങൾ ശരിക്കും കുറേ കൂടി ജനങ്ങളിലേക്ക് ഇറങ്ങുക എന്നുള്ളത്, അവരിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ, ഈ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് അപ്പുറത്തുള്ള യാഥാർത്ഥ്യം എത്തിക്കാൻ ഈ കുറേ കൂടി കണക്റ്റ് ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അപ്പം അങ്ങനെയുള്ള പ്രചരണ രൂപങ്ങൾ യാഥാർത്ഥ്യങ്ങളിൽ എത്തിക്കുമ്പോൾ എനിക്ക് നേരത്തെ ജേക്കബ് പറഞ്ഞ പോലെ ഓരോ പ്രശ്നത്തിലും സ്റ്റേക്ക് ഹോൾഡേഴ്സിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പിന്നെ മതനിരപേക്ഷവാദികൾ തന്നെ പലരും ഉണ്ടാവില്ല. അപ്പോൾ ഈ PMC ഇപ്പം എന്താ സ്ഥിതി, ചർച്ചകൾ നടക്കുന്നുണ്ടോ യഥാർത്ഥത്തിൽ? ചെറിയ ചെറിയ ചർച്ചകൾ. പിന്നെ മൈക്രോയാണ് കുറേ കൂടി ഇപ്പോൾ പ്രചരണ രീതികൾ. ഞങ്ങൾ വലിയ പൊതുയോഗം നടത്തുന്നു, അത് ആവശ്യമാണ്. കാരണം നമ്മുടെ ആവേശം നിലനിർത്താൻ, ഒരു സന്ദേശം കൊടുക്കാൻ, ഒരു പബ്ലിക് അറ്റൻഷൻ കിട്ടാൻ, അത്തരം കാര്യങ്ങൾ ആവശ്യമായിട്ട് വരും. പക്ഷേ അവിടെ വരുന്ന മഹാഭൂരിപക്ഷം ഞങ്ങളുടെ ഒപ്പം തന്നെ നിൽക്കുന്നവരായിരിക്കും. പണ്ടങ്ങനെയല്ല. പണ്ട് തെരുവ് യോഗങ്ങൾ, തെരുവ് സജീവമാണ്. ഇപ്പോൾ തെരുവിലധികം ആളില്ല. വീട്ടിലിരുന്നിട്ട് സുമാറ്റും മറ്റേ 100 ഗ്രാം ഉള്ളി വേണമെങ്കിൽ തന്നെ ഇൻസ്റ്റാമാർട്ട് വഴി ചെയ്യുകയാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. സ്വിഗ്ഗി അല്ലെങ്കിൽ ഇത് മറ്റ് സംവിധാനങ്ങൾ വഴി ഇത് ചെയ്യുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ മനുഷ്യരോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ്, ഈ മനുഷ്യരോട് ഇത് വഴി തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ വീട്ടിലേക്ക് ചെല്ലണം. വീട്ടിൽ ചെല്ലുമ്പോൾ അത്തരം കാര്യങ്ങൾ സംസാരിക്കാവുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിരിക്കണം. പിന്നെ ചെറിയ ചെറിയ കൂട്ടായ്മകൾ ആവശ്യമായിട്ട് വരും.
പിന്നെ ഇപ്പോൾ വന്നിട്ടുള്ള കുറേ രൂപങ്ങളുണ്ട്, റെസിഡൻസ് അസോസിയേഷനുകളും മറ്റ് സംവിധാനം, അവരെ എങ്ങനെ ഉപയോഗിക്കാം, സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ എങ്ങനെ ഉപയോഗിക്കാം, അങ്ങനെ ഒരു നരേറ്റീവ്, ഒരു കൾച്ചറൽ പൊളിറ്റിക്സ് പ്രധാനമാണ് ഇപ്പോൾ. ഞാൻ നേരത്തെ പറഞ്ഞു, രാഷ്ട്രീയം തന്നെ ഒരു വിനോദമാക്കി മാറ്റുന്ന പ്രചരണ രീതികൾ മറ്റ് സംവിധാനങ്ങൾ വഴിയാണ്. പിന്നെ ജേക്കബ് പറഞ്ഞ പോലെ ഇപ്പോൾ ഞങ്ങൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നു, മറ്റ് പക്ഷേ ഇപ്പോൾ നമ്മൾ AI കാലമാണല്ലോ. ഇപ്പോൾ ഫേസ്ബുക്ക്, വാട്സപ്പ്, മറ്റൊന്നും ഈ കാര്യങ്ങൾ പബ്ലിക്കലി കൊടുക്കില്ല. അപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ അത് സംബന്ധിച്ച് ഇനി ആളുകൾ നിലപാടുകളൊക്കെ എടുക്കുന്ന ChatGPTയോടൊക്കെ ചോദിച്ചിട്ടോ അല്ലെങ്കിൽ ജെമിനിയോട് ചോദിച്ചിട്ടോ ഒക്കെ ആയിരിക്കും. ഇവർക്കൊന്നും ഇതിൽ നമ്മൾ ഇടുന്ന പോസ്റ്റൊന്നും കിട്ടില്ല. അതിന് മറ്റേ യൂട്യൂബും വെബ്സൈറ്റും ഇതിൽ നിന്നുള്ള വിവരങ്ങളാണ് ഇതിലേക്ക് കിട്ടുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞങ്ങളുടെ കാര്യങ്ങൾ ചിലപ്പോൾ അതിനകത്ത് ഉണ്ടായെന്ന് വരില്ല, പല അഭിപ്രായങ്ങളിലേക്കും അത് എത്തിയെന്ന് വരില്ല. അപ്പോൾ അതെല്ലാം കുറെ കൂടി സൂക്ഷ്മമായി നോക്കേണ്ടുള്ള പ്രചരണ രീതിയിൽ തന്നെ ആവിഷ്കരിക്കേണ്ടി വരും. താങ്ക് യു.